എന്നെ വിളിക്കുന്നതിനെ കാട്ടി കൂടുതൽ ഇങ്ങനെ അവർ രണ്ടുപേരെയാ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ അത്? ശ്വേത കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിയിട്ടുള്ളത് സഹീർ ഭായി ആയിട്ടും ഫാസിൽ ബ്രോയും ആയിട്ടുമാണ് യാത്രകൾക്കിടയിൽ. ഇത് അൺഫിൽറ്റേർഡ് പോഡ്കാസ്റ്റ് അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും ഫിൽറ്റേർഡ് ആണ്. എനിക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് തുടങ്ങിയാലോ? ഓൺലൈൻ മാധ്യമം വളരെ സിമ്പിൾ അല്ലേ? അപ്പം നമ്മൾ ഇവിടുന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മിസൈലോ എന്തോ വിട്ടു, അതിന് ചാരന്മാരെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പത്രത്തിൽ കൃത്യമായിട്ട് ന്യൂസ് മീഡിയയിൽ വരും ഇതിൻ്റെ ടെക്നിക്ക്. ഒന്നില്ലെങ്കിൽ ഒരു പാർട്ടി പിടിക്കണം, അല്ലെങ്കിൽ ഒരു റിലീജിയൻ പിടിക്കണം, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് പിടിക്കണം. ഇപ്പൊ ബോംബ് വീഴുന്നു, ദേ വീഴുന്നു, ദേ വീഴുന്നു, ദേ വീണു, അതാണ് അവസ്ഥ. ഈ ഇന്ത്യൻ ചൈനയുമായിട്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഇപ്പൊ നല്ല ടേംസിലേക്ക് മാറി വരുന്ന നല്ല മാറ്റം. പക്ഷേ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് കേൾക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്ത്യൻസിന്റെ വിസ ചൈന റിജക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. ഏറ്റവും സേഫ് ഒരു കൺട്രിയാണ് ചൈന. പക്ഷെ ന്യൂസ് പേപ്പറിൽ എന്തെല്ലാം വന്നു, യു ഗോ ടു ദുബായ്, യു ഡോണ്ട് നീഡ് എ പാസ്പോർട്ട്. വേറൊരു ഇത് വേണം, വിസ വേണം. വിസ വേണം. ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ലേറ്റ് ആയാലും എന്താ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാത്ത? ചൈനയിൽ എങ്ങനെയാണോ? ബേസിക്കലി ഞാൻ പറയാം എന്താണ്ട് ഇത്. ഞാൻ പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റാണ്, നിങ്ങളത് മനസ്സിലാക്കൂ. നമസ്കാരം, ചാറ്റ് വിത്ത് ഭക്തിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനും ശ്വേതയും ചേർന്നാണ് ഇന്ന് നമ്മൾ പോഡ്കാസ്റ്റിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മളോടൊപ്പം 2 പ്രധാന അതിഥികളും കൂടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ശ്രീ ഫാസിൽ യൂസഫ്, ശ്രീ മുഹമ്മദ് സഹീർ കടക്കാടൻ. ശ്വേതാണോ അതിഥി? ഞങ്ങൾ 2 ഹോസ്റ്റാണ്. അതെങ്ങനെ? ഞങ്ങളല്ലേ ഹോസ്റ്റ്? ഞാനാണ് ഈ പോഡ്കാസ്റ്റ് ഇനാഗുറേഷൻ ചെയ്തത്. ഓർമ്മയില്ലേ? അൽബേനിയയിൽ വെച്ചിട്ട് നമ്മളാണോ ചെയ്തേ? അതെ, നമ്മളല്ലേ അച്ഛന്റെ കൂടെ ഫസ്റ്റ് വീഡിയോ. പക്ഷെ അതിനു മുമ്പ് 2 കൊല്ലം മുമ്പ് ഞാൻ ഈ പോഡ്കാസ്റ്റിൽ ആദ്യം ഒരു വീഡിയോ ചെയ്തായിരുന്നു. 2 കൊല്ലം മുമ്പല്ലേ? 2 കൊല്ലം മുന്നേ. പിന്നെ നമ്മൾ കണ്ടിന്യൂ ചെയ്തില്ല എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങൾ ആക്ച്വലി ഹോസ്റ്റ്, നിങ്ങൾ ഞങ്ങളുടെ അതിഥികള്, ഗസ്റ്റ്. അല്ല, ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് ശരിക്കും പലതും ഒരു ഇന്റർവ്യൂ പാറ്റേണിലേക്കായി മാറുന്ന ഒരു രീതിയാണ് ബേസിക്കലി കാണുന്നത്. അത് ഫസ്റ്റ് ഓഫ് ഓൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുന്നവർക്കും ഈ പോഡ്കാസ്റ്റ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല, ഈ വന്നിരിക്കുന്ന ആൾക്കാർക്ക് എന്താണ് പോഡ്കാസ്റ്റ് എന്ന് മനസ്സിലാവുന്നില്ല. അതാണ് ശരിക്കും പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോൾ. ബേസിക്കലി ഇതൊരു ഒന്ന് എന്താ പറയുക, കുറച്ച് ആളുകൾ ചേർന്ന് നിന്ന് സംസാരിക്കുന്നു, അത് കേൾക്കുക എന്നുള്ളതാണ്. ഇത് കാണുന്ന ആൾക്കാർ വളരെ കുറവായിരിക്കുമല്ലോ. ഇപ്പം ഞാൻ പോഡ്കാസ്റ്റുകൾ കേൾക്കുകയും ഞാൻ മിക്കവാറും ഡ്രൈവ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുന്ന പോലെ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റിയിൽ ഏർപ്പെടുന്ന സമയത്തൊക്കെ ആയിരിക്കും. അതിൻ്റെ ഒരു കോൺസെപ്റ്റ് അതാണ്. പക്ഷേ ഇത് പലതും ഒരു ഇൻ്റർവ്യൂ പാറ്റേണിലേക്ക് ആയി വരുവാണ്. പക്ഷേ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും എനിക്ക് തോന്നുന്നൊരു ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ പോലെ അല്ലേ? ഒരു ടോപ്പിക് എടുത്ത് ഇപ്പം എനിക്ക് പറയാനുള്ളത് പറയാൻ എനിക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം, നിങ്ങൾക്ക് പറയാനുള്ളത് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് ശരിക്കും ആ ഒരു രീതിയിൽ പോകേണ്ട ഒരു സാധനമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷേ പൊട്ടത്തരങ്ങളാണെങ്കിലും അല്ലേ? അതെ, പൊട്ടത്തരങ്ങളാണെങ്കിലും ഇന്റർവ്യൂ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇല്ല, എല്ലാം പോഡ്കാസ്റ്റ് ആണ്. അങ്ങനെ ആവേണ്ടതാണ്. പക്ഷെ കാണുന്ന പലർക്കും അത് പോഡ്കാസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും ചോദ്യകർത്താവ്, ഇന്റർവ്യൂവർ എന്നൊക്കെയുള്ള ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് എൻ്റെ പോഡ്കാസ്റ്റിൽ ഇഷ്ടംപോലെ ഗസ്റ്റുകൾ വരാറുണ്ട്. നമ്മളിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുന്നതിലും നല്ലതാണല്ലോ പല ടോപ്പിക്കുകളിൽ പല ആൾക്കാരെ നമ്മൾ വിളിച്ചിരുത്തി സംസാരിപ്പിക്കുന്നത്. ഇപ്പോൾ ചൈനയിലെ കാര്യങ്ങളെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ ചൈനയിൽ എക്സ്പെർട്ടായിട്ടുള്ള സൈർബാനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഓക്കെ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ചൈന ആൻഡ് ദസ് തിങ്സ്. അറ്റ് ദ സെയിം ടൈം ചൈനനെ പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങളും പറയാൻ പറ്റണമല്ലോ. അങ്ങനെ ഞാൻ പറയുവാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവൻ എന്തിനാണ് ഒരാളെ വിളിച്ചിരുത്തിയിട്ട് ഇവന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അങ്ങനത്തെ ഒരു കൺസെപ്റ്റാണ് ബേസിക്കലി. ആളുകൾക്ക് ഇപ്പോഴും ആ ഒരു പോഡ്കാസ്റ്റ് എന്താണ്, ഇന്റർവ്യൂ എന്താണ് എന്നുള്ളതിനെ പറ്റി വ്യക്തമായ ഒരു ധാരണ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാറണമല്ലോ, അങ്ങനെയാണല്ലോ ശരിക്കും അതിൻ്റെ സംഭവം വേണ്ടത്. പിന്നെ എന്താണ്, പിന്നെ ഈ പറഞ്ഞ പോലെ പോഡ്കാസ്റ്റ് ഇപ്പോൾ ഒരു വലിയൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇതെല്ലാം പോഡ്കാസ്റ്റ് ആണ് ഇന്റർവ്യൂ വൺ സൈഡ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും വരുന്നത്. മനസ്സിലായില്ലേ? ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് വരുമ്പോഴാണല്ലോ പോഡ്കാസ്റ്റ് എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരിക. പോഡ്കാസ്റ്റ് എന്ന് വെച്ചാൽ എല്ലാവരും കൂടി തമ്മിൽ ഇരുന്ന് ഡിബേറ്റ് അല്ല. It can be a debate as well. It can be, പക്ഷെ not mostly debate. Yeah. It is like a fun talk between. ഇപ്പോൾ നമ്മൾ 4 പേരിരിക്കുന്നു, നമ്മൾ ഫ്രണ്ട്സ് തമ്മിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നത്. വി ആർ ടോക്കിംഗ് ത്രൂ എ മൈക്ക്. എന്താ തെറ്റ്?
അത് കേൾക്കുന്ന ആൾക്കാർക്ക് പോഡ്കാസ്റ്റ് വേറെ ലെവലിലേക്ക് മൈക്ക് ഇല്ലെങ്കിൽ പോലും നമ്മൾ സംസാരിക്കുമ്പോൾ കുറേ ടോപ്പിക് വരും, കുറേ അത് സംസാരിക്കും. അത്രേ ഉള്ളൂ. ഇപ്പം ലോക നേതാക്കളടക്കം എല്ലാവരും പോഡ്കാസ്റ്റുകൾ ചെയ്തു, പോഡ്കാസ്റ്റുകളിൽ പങ്കെടുത്തു തുടങ്ങി. മനസ്സിലായില്ലേ? പോഡ്കാസ്റ്റുകൾ ഇപ്പം നരേന്ദ്രമോദി പങ്കെടുത്തു, ഇമ്മാനുവൽ മാക്രോൺ പങ്കെടുക്കുന്നു, പിന്നെ നമ്മുടെ മല്ലയ്യ പങ്കെടുത്തു. മല്ലയ്യക്ക് വേണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇന്ത്യൻ മീഡിയയെ വിളിച്ചിരുത്തിയിട്ട് വേണമെങ്കിൽ അയാൾക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ അവിടെ അദ്ദേഹം തിരഞ്ഞെടുത്തത് ഒരു പോഡ്കാസ്റ്റ് ചെയ്യുന്ന രാജമാനിയാണ് അല്ലേ. അത് ഭയങ്കര, അത് ശരിക്കും രാജമാനിക്ക് ഭയങ്കര ഒരു വലിയൊരു ബൂസ്റ്റാണ് കിട്ടിയത്. പിന്നെ ഇപ്പൊ എന്താ ഇമ്മാനുവൽ മാക്രോണിനെ ചെയ്യുന്നു, പിന്നെ പല പല ലോക നേതാക്കളെ ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ബാക്കിയുള്ള ആൾക്കാരും പലരും വന്നു പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വേറൊരു രീതിയിലേക്ക് ഈ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ ധാരാളം പൊളിറ്റീഷ്യൻസ് വരുന്നു, ബിസിനസ്സുകാരായിട്ടുള്ള ആൾക്കാർ വരുന്നു, പല മേഖലകളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നു, ഡോക്ടേഴ്സ് വരുന്നു, ഓൺടർപ്രണേഴ്സ് വരുന്നു. ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മളെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്യുന്നു, പോഡ്കാസ്റ്റ് ചെയ്യാം, എനിക്ക് പോഡ്കാസ്റ്റ് ചെയ്യണം, എന്താണ് ഫോർമാലിറ്റീസ് എന്നൊക്കെ ചോദിച്ച് അപ്രോച്ച് ചെയ്യുന്നു. സോ ഇതൊരു വേറൊരു തരത്തിലേക്ക് ഇത് മാറുകയാണ്. കൈൻഡ് ഓഫ് എന്ന് വേണേൽ പറയാം. കഴിഞ്ഞ ദിവസം you interviewed one common man also, no? Yes. നമ്മൾ എത്ര ആൾക്കാരെ ചെയ്യുന്നു. നമ്മൾ ഡെലിവറി ബോയ്സിനെ ചെയ്തു, ഊബർ ഡ്രൈവേഴ്സിന്റെ പോഡ്കാസ്റ്റ് ചെയ്തു, പിന്നെ ഒരു സ്പൈറൽ മസ്കുലർ അസ്ട്രോഫി ബാധിച്ച ഒരാളുമായിട്ടുള്ളൊരു പോഡ്കാസ്റ്റ് ചെയ്തു. അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ ഒരു ട്രാവലർ ഒരു പയ്യൻ്റെ ചെയ്തു, പിന്നെ പാട്ടുകാരായിട്ടുള്ള ആൾക്കാരായിട്ട് ചെയ്തു. അതിന് വിവിധ മേഖലകളിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരു എന്താ പറയുക, ഒരു യുണീക്ക് സംഭവമാണ് ഈ പറഞ്ഞ പോലെ. പിന്നെ ഇതിൻ്റെ ഒരു അത് അങ്ങനെയാണല്ലോ സംഭവം. അതിനകത്ത് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളൊക്കെ വന്നിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ യൂട്യൂബ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം മുഴുവനായിട്ട് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ അതിൻ്റെ അതിപ്രസരം എന്ന് പറയുന്നത് ന്യൂസ് ചാനലുകളുടെ അതിപ്രസരമാണ്. അതെ, ഓൺലൈൻ ന്യൂസ് ചാനൽസ്. ഇപ്പം ഞാൻ പലത്ത് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മൾ ഇന്നലെ പല സ്ഥലത്ത് പോയില്ലേ, നമ്മൾ ഹോസ്പിറ്റലിൽ പോയി, പിന്നെ ഭക്ഷണം കഴിക്കാൻ പോയി. ഇവിടേക്ക് ഇരുന്ന ആൾക്കാർ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്നത് കാണുന്നതെല്ലാം വാർത്തകളാണ്. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ ന്യൂസ് ചാനലുകളുടെ വീഡിയോസ്, അതായത് ഇപ്പം ഇവിടെ ഏഷ്യാനെറ്റ് ഉണ്ട്, റിപ്പോർട്ടറുണ്ട്, ഇപ്പോൾ ബിഗ് TV വന്നു, പിന്നെ മറുനാടൻ മലയാളി ഉണ്ട്. ഇവർക്കൊക്കെയാണ് വ്യൂസ്. യൂട്യൂബേഴ്സായിട്ടുള്ള ആളുകളുടെ വ്യൂസ് പറ്റ കുറഞ്ഞു. എത്ര യൂട്യൂബേഴ്സിന് വ്യൂസ് കിട്ടുന്നുണ്ട് ഇപ്പം? ട്രാവൽ മാത്രമല്ല, എത്ര ഒറിജിനൽ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എത്ര യൂട്യൂബേഴ്സിന്, ഇൻക്ലൂഡിങ് ഫാമിലി വ്ളോഗേഴ്സിന്, എത്ര യൂട്യൂബേഴ്സിന് ഇപ്പം വ്യൂസ് ഉണ്ട്? നിങ്ങൾ ശ്രദ്ധിക്കേ, പറ. ഒരു വാർത്ത ഇപ്പൊ വെറുതെ ഇരുന്ന് സംസാരിച്ചാൽ, ഇപ്പം മറുനാടൻ മലയാളി വീഡിയോസ് കാണുക, അദ്ദേഹം ഒരു ക്യാമറ ഓൺ ആക്കിയിരുന്ന് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ, അനുഭവങ്ങൾ പറയുമ്പോഴത്തേക്കിന് അതിന് എത്ര വ്യൂസാണ് കിട്ടുക? 4-5 ലക്ഷം വ്യൂസാണ് ഒരു വീഡിയോസിന് കിട്ടുന്നത്. ഒരു ദിവസം ഒരു 10 വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എത്ര വ്യൂ ആയി? നേരെ മറിച്ച് ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്ന ആൾക്കോ, ഒരു ഫുഡ് വ്ളോഗ് ചെയ്യുന്ന ആൾക്കോ, ഒരു ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള പണ്ട് പോലെ ചെയ്തുകൊണ്ടിരുന്ന ടൈപ്പ് വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് എത്ര വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്? പണ്ടൊക്കെ മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടിക്കൊണ്ടിരുന്ന എത്ര ആളുകൾക്ക് ഇപ്പോൾ എത്രത്തോളം വ്യൂവർഷിപ്പ് കിട്ടുന്നുണ്ട്? ശരിക്കും ന്യൂസ് ചാനൽസ് വന്നിട്ട് ന്യൂസ് ചാനലുകളുടെ നമ്മളെല്ലാം ന്യൂസിന് അഡിക്റ്റ് ആയിപ്പോയി. ഇതൊക്കെ സീസണലാണ്, മാറി മറിഞ്ഞ് വരും. അതല്ല, അതിലൊരു വേറെ കാര്യമുണ്ട്. ഇപ്പോൾ സുജിത്ഭായ് എത്ര രാജ്യമുണ്ട് ലോകത്ത്? അത്ര രാജ്യം കഴിഞ്ഞാൽ ആ കണ്ടന്റ് കഴിഞ്ഞു. അത്രേ ഉള്ളത്. അതൊക്കെ തന്നെ ഇതാ പറയുന്നത്, ഇതിനൊക്കെ സീസണലാണ്. ഇപ്പോഴത്തെ സീസൺ എന്ന് പറയുന്നത്, ഇപ്പോഴത്തെ കാറ്റടിച്ചുകൊണ്ടിരിക്കുന്നത് ന്യൂസ് ചാനലുകളാണ്. സിമ്പിളായിട്ട് യൂട്യൂബ് ഒരു പോളിസി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാറ്റാവുന്നേ ഉള്ളൂ. യൂട്യൂബിൻ്റെ മുകളിൽ നമ്മൾ ആപ്പ് എടുക്കുമ്പോഴത്തേക്കിനും പല ടാബുകൾ കാണത്തില്ലേ? ഈ ന്യൂസ് ചാനൽസിൻ്റെ വീഡിയോസ് എല്ലാം ആ ന്യൂസ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്താൽ മാത്രമേ കാണുള്ളൂ എന്നുള്ള രീതി വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മാറും. അത് ഒഫീഷ്യലി അങ്ങനെ സാധനം വന്നു കഴിഞ്ഞാൽ മാറും. അല്ലാണ്ട് ക്രിയേറ്റേഴ്സിന് എവിടെ കിട്ടുന്നു? അതായത് നിങ്ങൾ ഒരു വാർത്ത കാണുകയാണ്, നിങ്ങളിപ്പോൾ ഒരു ഇറാൻ യുദ്ധത്തിന്റെ ഒരു വാർത്ത കണ്ടു, ആ ഒരു വീഡിയോ നിങ്ങൾ ക്ലോസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും പിന്നെ നിങ്ങളുടെ ഫീഡിൽ മൊത്തം ഇറാൻ യുദ്ധം മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അൽഗോരിതം അങ്ങനെ ആയി മാറുകയാണ്. ആണ് ചെയ്യുന്നത്. അതായത് ഇവരുടെ കണ്ടുപിടുത്തം വെച്ചിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ തന്നുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചാൽ മതിയല്ലോ. അതെ, ഒരാള് 10 ദിവസം എന്റെ ചാനലിലെ വീഡിയോസ് കണ്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ആ ആൾ എന്നെ മറന്നു, പിന്നെ കാണിക്കുന്നില്ല. പിന്നെ ആൾ എപ്പോഴെങ്കിലും തപ്പിപ്പിടിച്ച് എന്റെ ചാനലിലേക്ക് വരണം. അതാണ്
ഞാൻ ഉൾപ്പെടെ പല ആളുകൾക്കും യൂട്യൂബിൽ വ്യൂവർഷിപ്പ് കുറഞ്ഞു വരുന്നതും പല സംഭവങ്ങൾ വരുന്നതും ഇല്ല. പിന്നെ വല്ല കോൺട്രവേഴ്സി ഉണ്ടാക്കി നിങ്ങളുടെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി വീഡിയോസ് ഇടുന്ന നിങ്ങൾ വീക്ക്ലി അല്ലെങ്കിൽ 2 വീക്സിലൊക്കെ ഇടുന്ന ആളുകളുടെ അവസ്ഥ വളരെ മോശമായിട്ടുണ്ടാവും. കുറേ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ് ഇപ്പോൾ ആളുകൾക്ക് വ്യൂവർഷിപ്പ്. ഇപ്പോൾ ഇപ്പം എന്താ പറയുക, ടോപ്പായിട്ടുള്ള വ്യൂവർഷിപ്പ് ഇപ്പോൾ എൻ്റെ ഫീഡിൽ തന്നെ ഇപ്പോൾ എനിക്ക് M4Techന്റെ വീഡിയോസ് പോലും എൻ്റെ ഫീഡിൽ വരാറില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ടു ബി ഓണസ്റ്റ് ഞാൻ M4Techന്റെ ചാനലൊന്നും എടുത്ത് നോക്കുകയാണ്. ഞാൻ M4Techന്റെ വീഡിയോ ഒക്കെ പണ്ട് നമുക്ക് മില്യൺസ് ഓഫ് വ്യൂസ് വന്നുകൊണ്ടിരുന്ന വീഡിയോസ് അല്ലേ, ഇപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ എന്ന് എനിക്കറിയില്ല. അതേപോലെ പല യൂട്യൂബേഴ്സിൻ്റെയും പിന്നെ ഫിറോസ് ചുട്ടിപ്പാറയുടെ വീഡിയോസ് പിന്നെ ഇപ്പോൾ ഋഷി കാണുന്നതുകൊണ്ട് നമുക്കത് വരാറുണ്ട്. M4Techന്റെ വീഡിയോസ് 4 ലക്ഷം പുള്ളിക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ. 4 ലക്ഷം ഉണ്ട്, 7 ലക്ഷം, ചിലത് 2 ലക്ഷം, 6 ലക്ഷം, ഫ്ലക്ച്വേറ്റിംഗ് ആണ്. എന്നാലും വ്യൂസ് ഉണ്ട്. പക്ഷേ മില്യൺസ് ഓഫ് വ്യൂസ് കയറിക്കൊണ്ടിരുന്ന പല ആളുകൾക്കും ഇപ്പോൾ വ്യൂസ് ഡൗൺ ആയിട്ടുണ്ട്. പിന്നെ സീസണലാണ്, ഇപ്പം എല്ലാവർക്കും ഒരേപോലെ ഇരിക്കില്ലല്ലോ. ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ അപ്പം സംഭവിക്കുന്ന കാര്യങ്ങളല്ലേ. ബാക്കി നമ്മളൊരു കൺട്രി എന്ന് പറഞ്ഞപ്പോൾ ചൈനയുടെ ദുബായ് വന്നു, അതിൽ തീർന്നു. മറ്റേ ഇൻസിഡൻസ് ആണല്ലോ ഇപ്പം നടക്കുന്ന കാര്യങ്ങളാണല്ലോ. അതെ, അപ്പൊ കാലത്തിനനുസരിച്ച് മാറുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളും പതുക്കെ ട്രാവലിംഗ് ഒക്കെ കുറച്ച് ഇനി പോഡ്കാസ്റ്റും ന്യൂസ് ചാനലുകൾക്ക് കുറച്ചും കൂടി ജോലി എളുപ്പമായിട്ട്. എനിക്കൊരു ന്യൂസ് ചാനൽ തുടങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്. ഇൻവെസ്റ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? നമുക്ക് തുടങ്ങിയാലോ? കാര്യമായിട്ട് നമുക്ക് സത്യം പറഞ്ഞാൽ റിപ്പോർട്ടർമാർ പോലും ഇല്ലാതെ വേണേ ഒരു ന്യൂസ് ചാനൽ തുടങ്ങാം. ശരിയാണ്. ഈ ചെറിയ ന്യൂസ് അടിച്ചാൽ മതി. ഓരോ ന്യൂസ് എടുക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ കാര്യങ്ങൾ ക്യാമറ ഓൺ ആക്കിയിട്ടിരുന്ന് സംസാരിക്കുക. അങ്ങനെ ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ചെയർമാനാക്കാം. ശ്വേതനെ നമുക്ക് എക്സിക്യൂട്ടീവ് എഡിറ്റർ ആക്കാം. ഒരു കേരളത്തിലെ 2ാമത്തെ വനിതാ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. അതെ, മോർണിംഗ് കോഫി വിത്ത് റെഡ് ബുൾ വിത്ത് ശ്വേത. റെഡ് ബുൾ വിത്ത് ശ്വേത. അല്ല, ഇപ്പൊ അതാ ഡിമാൻഡ്. ഇപ്പൊ ട്രെൻഡിങ് ന്യൂസ് ചാനലുകളാ. എത്ര ചാനലുകളാ? ഓൺലൈൻ ചാനൽ തുടങ്ങിയെന്ന്. നമുക്ക് ഓൺലൈൻ മാത്രമേ ആയാൽ മതി. അങ്ങനെയാണല്ലോ ഇപ്പൊ എല്ലാം. ഓൺലൈൻ മാധ്യമം വളരെ സിമ്പിൾ അല്ലേ. നിങ്ങൾ ഇരുന്ന് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ പലതും ഓൺലൈൻ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ അല്ലേ, ഒരു കേരള സ്റ്റോറി. അതൊക്കെയാണ് ബേസിക്കലി ആളുകൾക്ക് കാണേണ്ടത്. അല്ല, അതില് ഒന്നില്ലെങ്കിൽ ഒരു പാർട്ടി പിടിക്കണം, അല്ലെങ്കിൽ ഒരു റിലീജിയൻ പിടിക്കണം, അല്ലെങ്കിൽ ഒരു കാസ്റ്റ് പിടിക്കണം. അങ്ങനെ ബിസിനസ്സുകാരെ പിടിച്ചാൽ മതിയോ? അത് കാര്യമില്ല. എല്ലാവരും കൂടെ ഉണ്ടാവും. കാരണം പരസ്യം കൊടുക്കണം, അല്ലെങ്കിൽ ക്ലിയർ എത്തിസ്റ്റ് ആവണം. കാരണം കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉണ്ടല്ലോ. റിലീജിയൻ എന്ന് പറഞ്ഞാൽ അവരെ മാത്രമല്ലേ ഉള്ളൂ. പാർട്ടി എന്ന് പറഞ്ഞാൽ അവർ മാത്രമല്ല ഫോക്കസ്. ഇനിയിപ്പം ഏതെങ്കിലും പാർട്ടിക്ക് ചാനൽ ഇല്ലാത്ത പാർട്ടി ഉണ്ടോ? അത് നിങ്ങൾ അന്വേഷിക്കണ്ടേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഏതെങ്കിലും പാർട്ടിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിനോ ചാനൽ ഇല്ലാത്ത ഒരു മതത്തിന് തന്നെ കുറെ സംഘടനകളില്ലേ. പിന്നെ എന്താ ചെയ്യാ നമുക്ക് ഈ ഒരു കാര്യം, ഈ കോൺഗ്രസിലൊക്കെ പല ഗ്രൂപ്പുകളില്ലേ, അപ്പൊ അതുപോലെ ഇനി ആ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിനെ പിടിച്ചിട്ട് നമുക്കൊരു ചാനൽ തുടങ്ങിയാലോ? അതേ കാര്യം പിടിച്ചു നിൽക്കണമെങ്കിൽ ഇപ്പൊ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള അവസ്ഥയാണ് അല്ലേ? അതല്ലേ സ്ഥിതി. സമകാലീന വിഷയങ്ങളെ കുറിച്ചിട്ട് നിങ്ങൾ സംസാരിച്ചാൽ മതി. ഈ ന്യൂസ് ചാനൽസ് ഇവോൾവ് ആയി വന്നിരിക്കുന്നത് TV-ലായിരുന്നു ആദ്യം. നമ്മൾ നാട്ടിലിപ്പോ പുറത്തൊന്ന് ഇറങ്ങി നോക്കിയാല് മുക്കിലും മുലയിലും ആൾക്കാർ ന്യൂസാ കാണുന്നത്. ഇപ്പൊ TV-യുടെ തന്നെ മുമ്പിൽ ഇരുന്നാലേ ന്യൂസ് കാണത്തുള്ളൂ എന്നൊന്നും ഇല്ല ഇപ്പോ. നിങ്ങള് കഴിഞ്ഞ ദിവസം നിങ്ങൾക്കൊരു ദേഹാസ്വാസ്ഥ്യം വന്നിട്ട് ആശുപത്രി പോയില്ലേ? ആശുപത്രി പോയ സമയത്ത് ICUവിൽ കിടന്ന സ്ഥലം മറ്റേ കാഷ്വാലിറ്റിയിൽ കിടന്ന സമയത്ത് TV-ക്കകത്ത് ഏത് ചാനലാണ് വെച്ചിരുന്നേ? ഇറാൻ യുദ്ധമല്ലേ? യുദ്ധം തുടങ്ങിയിട്ടില്ല. നിങ്ങൾ വയ്യാണ്ട് ആശുപത്രി പോകും, എന്നിട്ട് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ നിങ്ങൾ വയ്യാണ്ട് അവിടെ നെഞ്ചുവേനായിട്ടിരിക്കുന്ന സമയത്ത് TV-ക്കകത്ത് ഇപ്പൊ ബോംബ് വീഴുന്നും പറഞ്ഞുകൊണ്ടുള്ള നിങ്ങൾ കിടക്കുന്നതന്നെ അവിടെ അല്ല, പുറത്ത് ബൈസ്റ്റാൻഡർക്ക് കാണാൻ വേണ്ടി ഇരിക്കുന്നത്. ബൈസ്റ്റാൻഡർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലെങ്കിൽ ആ ആൾക്കാർ ഹാർട്ട് അറ്റാക്ക് വരാൻ വേണ്ടിയിട്ടാണ് ആ ന്യൂസ്. ഒരു മിനിറ്റ്, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിഷ്പക്ഷമായിട്ട് ഏത് ചാനലാണുള്ളത്? അതെനിക്കറിയില്ല. എല്ലാം ഇന്റർനാഷണൽ ചാനലുകൾ ഉണ്ടല്ലോ. എവിടെ? ഏതാ നിഷ്പക്ഷമായിട്ടുള്ള ഇന്റർനാഷണൽ ചാനൽ? യു മീൻ BBC? ചവിട്ടി കൂട്ടണവന്മാരെ നിഷ്പക്ഷമോ? ഒന്നുമില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അവരൊക്കെ എല്ലാവർക്കും ഒരു ചായവുണ്ട്, അൽ ജസീറ ഉണ്ട്, എല്ലാം നമ്മുടെ ലോക്കൽ ചാനലുകൾ വരെ എല്ലാത്തിനും പൊളിറ്റിക്സ്. ഇപ്പൊ ബോംബ് വീഴുന്നു, ദേ വീഴുന്നു, ദേ വീഴുന്നു, ദേ വീണു, അതാണ് അവസ്ഥ.
കഴിഞ്ഞ ദിവസം ഇറാന്റെ ഷിപ്പ് ഇവിടെ വന്നു പറഞ്ഞിട്ട് ഞങ്ങൾ രാത്രി 2 മണിക്ക് പോയി അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇറാന്റെ അല്ല ഞാനാ മെസ്സേജ് അയച്ചത്. ഞാൻ രാത്രി മെസ്സേജ് അയച്ചു, ഇത് ഇറാന്റെ കപ്പൽ വന്നിട്ടുണ്ട് കൊച്ചി തുറമുഖത്തിൽ ഇറാന്റെ കപ്പൽ അടുപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ വാർത്ത ടി വിയിൽ കണ്ടു. ഞാൻ പറഞ്ഞു ഫാസ്റ്റ് ഇപ്പൊ അവിടെ പോയി കഴിഞ്ഞാൽ കപ്പൽ കാണാൻ പറ്റും. മറ്റേ തേവര പാലത്തില് അതിന്റെ നേരെ ഓപ്പോസിറ്റ് അവിടെ ഷിപ്പ് കിടക്കുന്ന നേരെ ഓപ്പോസിറ്റ് എന്താ തേവര പാലത്തിലല്ലേ ഫെറിയുള്ളത്, അവിടെ അല്ലേ കാണാൻ ഷിപ്പ്. എന്നിട്ട് രണ്ടുപേരും രാത്രി എന്നിട്ട് അവിടെ ചെന്നിട്ട് അവിടെ ഷിപ്പും ഇല്ല, ജ്യോതിയും ഇല്ല, ജ്യോതിയും വന്നില്ല, തേങ്ങ വന്നില്ല, മാങ്ങ വന്നില്ല, ഒന്നും വന്നില്ല. ഇവിടെ ചാനലുകൾ അടിച്ചുകൂടായിരുന്നല്ലേ? അല്ല ആക്ച്വലി ഷിപ്പ് ഉണ്ട് പുറംകടലിൽ എവിടെയായിരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കാണാതെ മറ്റേ സ്റ്റെൽത്ത് ഉള്ള സാധനം. അല്ല നമ്മൾ ഈ ടോപ്പിക്കിൽ മിണ്ടാൻ പാടില്ല. ഞാനൊരു കാര്യം പറയുന്നത് എന്നാലും ഞാൻ പറയുവാണ്, ഇങ്ങനെ ഒരു കപ്പൽ വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് സംവെയർ, ഇറ്റ് ഇസ് എ കപ്പൽ വിച്ച് അത് വലിയ, അത് മാത്രമല്ല ഒരു വേൾഡ് വാർ നടക്കുന്ന, അതായത് അവർ തമ്മിൽ അടി നടക്കുവാണ് അവിടെ, ഒരു വാർ നടക്കുന്ന ആ രാജ്യത്തിലെ കപ്പൽ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് എങ്ങാനും അവർ വന്ന് ഇവിടെ ഇടിച്ചാൽ നമ്മുടെ അല്ലേ പൊട്ടിപ്പോകുന്നേ. സോ ഡു യു തിങ്ക് ദേ വിൽ കീപ് ഇറ്റ് ദാറ്റ് ടു നെക്സ്റ്റ് ടു സം എ പ്ലേസ് വെയർ ഇറ്റ് ഇസ് വെരി സെക്യൂർഡ്? അതൊന്ന് ആലോചിക്കുക. അതല്ല ഷേദ, അതിലൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ മലയാളം. അല്ല ഷേദ, അല്ല ഒരു മിനിറ്റ്, നിങ്ങൾ പറഞ്ഞ പോയിന്റ് കറക്റ്റാ. ഇപ്പം നമ്മൾ ഇവിടുന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ട് ഒരു മിസൈലോ എന്തോ വിട്ടു, അതിന് ചാരന്മാരെ നടക്കേണ്ട കാര്യമൊന്നുമില്ല. പത്രത്തിൽ കൃത്യമായിട്ട് ന്യൂസ് മീഡിയയിൽ വരും ഇതിന്റെ ടെക്നിക്ക് ഇത്ര. അതാ കറക്റ്റ് പോയിന്റാ. അതാ ഞാൻ പറഞ്ഞത്, ഫുൾ ഇൻഫർമേഷൻ കുറച്ചല്ല ഒരുപാട്. ഓക്കെ, നമുക്ക് എന്തായാലും മാധ്യമങ്ങളുടെ ടോപ്പിക്ക് മാറ്റി നിർത്താം. നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് ടോപ്പിക്കൊന്നും ഇല്ലാതെ തുടങ്ങിയൊരു പോഡ്കാസ്റ്റ് ആണ്. എന്നാലും ഇത്ര സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇവിടെ, അത് നല്ല കാര്യം. അത് തന്നെ, അതാ സ്വാതന്ത്ര്യം ചില സമയത്ത് എക്സ്ട്രീം ആവുന്നതുകൊണ്ടാണ് പല പ്രോബ്ലംസും ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് നമ്മുടെ ഡെമോക്രസി എന്ന് പറയുന്നത് നമുക്ക് എന്തിനേയും വിമർശിക്കാനും വി ഹാവ് റൈറ്റ്സ് ഫോർ എവറിത്തിങ് എന്നുള്ള ആ ഒരു സംഭവം പലതും അതിര് കടക്കുന്നു എന്നുള്ള തോന്നൽ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് പല കാര്യങ്ങളിലും. തോന്നിയിട്ടില്ല. ഇപ്പം നിങ്ങൾ ചൈനയിൽ ജീവിക്കുന്നു, ചൈനയിൽ നടക്കുന്ന എത്ര കാര്യങ്ങൾ പുറത്തു വരുന്നു. എന്തിന് ഇറാൻ യുദ്ധത്തിൻ്റെ സമയത്ത് ഗൾഫ് രാജ്യങ്ങളിലുണ്ടായ എത്ര കാര്യങ്ങൾ പുറത്തു വന്നു. ഇപ്പോഴും അവിടെ പല കാര്യങ്ങളും പുറത്ത് വിടരുത്, പുറത്ത് വിട്ടാൽ അമിതമായിട്ടുള്ള ഫൈൻ കൊടുക്കും, രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടും എന്നൊക്കെ പറഞ്ഞ് കൃത്യമായ മാനദണ്ഡങ്ങൾ കൊണ്ടുവന്നുകൊണ്ടല്ലേ ഇവിടെ പലതും അവിടെ നടന്ന പല കാര്യങ്ങളും പുറത്തു വരായിരുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ നല്ലതാണ്. ഇപ്പോൾ പ്രൈസ് ഹൈക്ക് ആവുന്നില്ല, അതൊക്കെ ഗവൺമെന്റ് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അല്ല സുഹൃത്ത്, അതിലൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടതെല്ലാം കൊടുക്കുന്നുണ്ട്. നമ്മളെ ആൾക്കാരെന്താ, അവർ പൊളിറ്റിക്സിനെ കുറിച്ചിട്ടോ, അപ്പോൾ ഞാൻ ചൈനയെ കുറിച്ചാണ് പറയുന്നത്, അവർക്ക് പൊളിറ്റിക്സിനെ കുറിച്ച് അവർ ഡിസ്കഷൻ ഇല്ല. ഈ ന്യൂസ് ചാനൽ അവർ കാണുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബിസിനസ്, അവരുടെ ലൈഫ്, അവരുടെ എൻ്റർടൈൻമെൻറ്റ്, അവർക്ക് നല്ല ജോലിയുണ്ട്, ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അവർക്ക് ബിസിനസ് ഉണ്ട്. അവർ രാഷ്ട്രീയം ഡിസ്കഷനേ അവിടെ ഇല്ല. അപ്പോൾ ചൈനയിൽ എന്തോ കാര്യമായിട്ടുള്ള സാമ്പത്തിക മാന്ദ്യ പ്രശ്നങ്ങൾ ഏതാണ്ടൊക്കെ ഉണ്ടെന്നൊക്കെ മീഡിയ പറയുന്നതല്ല. അത് അതാ ഞാൻ പറഞ്ഞു, മീഡിയക്ക് ഓരോ താല്പര്യങ്ങളുണ്ട്. ചൈനയെ കുറിച്ച് ചൈന ഭയങ്കര പട്ടിണിയാണെന്ന് പറയും. ഇന്ന് ഏറ്റവും കൂടുതൽ റിച്ചസ്റ്റ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ചൈന. 0% പട്ടിണി. ഇവിടെ എത്ര %? അവർക്ക് പട്ടിണി ഉണ്ടോ? ഇല്ല. ജോലി, ഞാനൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഞാൻ 10-15 ആൾക്കാർ വരും. ഈ 15 ആൾക്കാർ വന്നിട്ട് ഞാൻ പറയും ഓക്കെ നെക്സ്റ്റ് വീക്ക് ജോയിൻ ചെയ്തതെന്ന് പറയുമ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയാം, ഞാൻ 5-10 കമ്പനി പോയിട്ടുണ്ട്, നിങ്ങളുടെ കമ്പനി ഗുഡാണെങ്കിൽ ഞാൻ പറയാം. ഇങ്ങോട്ടാണ് പറയുന്നത്, അങ്ങോട്ടല്ല. അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അവിടെ. അവിടെ പിന്നെ പോവർട്ടി ഇല്ല, 0 ആണ്. ഏകദേശം ജനസംഖ്യ നമ്മളെ പോലെ തന്നെയാണ്. അത് കൊടുക്കുമ്പോൾ അവരെ ജോലി അവർക്ക് ഗവൺമെൻറ് എല്ലാം ചെയ്തു കൊടുത്തു. അവർക്ക് വേറെ ഡിസ്കഷനോ ഗവൺമെൻറ്റിനെ കുറിച്ച് ബോധർ ചെയ്യേണ്ട കാര്യങ്ങളില്ല. അത്രേ ഉള്ളൂ അതിൽ. അങ്ങനെ ഒരു റൂമർ ഉണ്ടോ ശരിക്കും? ചൈന കുറച്ച് അല്ല, അത് സാമ്പത്തിക ഞെരുക്കത്തിലാണ്. മൊത്തത്തിലുണ്ട്. ഇല്ലാത്ത സ്ഥലവും ഇല്ലല്ലോ. ഏത് രാജ്യം എടുത്താലും they will have their own problems അല്ലേ? ഞാൻ കണ്ടിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞത് ചൈന അല്ല, പൊതുവേ പറഞ്ഞതാണ്. നമ്മൾ ഏത് രാജ്യം എടുത്താലും they will be having their own problems. അതുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്ന പോലെ അവിടെ ഇല്ല. അതെ,
അവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. ബേസിക്കായിട്ട് അവർക്ക് എല്ലാവർക്കും ജോലിയുണ്ട്. ജോബ് ചെറിയ ജോലി ആണെങ്കിലും എല്ലാം അവർ ജോലിയാണ്. ചെയ്യുന്നുണ്ട്. ജോലിയുണ്ട്. വെറുതെ ആരും ഇരിക്കൂല. ജോലിയുണ്ട്, ഇൻകം ഉണ്ട്. നല്ല ഷെയ്ബായി പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ മാധ്യമം ചൈനയോട് പറയില്ല, അത്ര വിഷമമായി. എനിക്ക് തന്നെ വിഷമമായി, എനിക്ക് തന്നെ വിഷമമായത് കേട്ടപ്പോ. കഷ്ടമുണ്ട്. പാവങ്ങളല്ലേ ചൈനയിലുള്ളവരെ, എന്ത് പാവങ്ങളല്ലേ. പറഞ്ഞതല്ലേ റിയൽ ചൈനക്കാരുടെ സ്വഭാവം കാണുന്നുണ്ടെങ്കിലുണ്ടല്ലോ, ഈ മലേഷ്യയിലും പിന്നെയും പറഞ്ഞ പോലെ ഓസ്ട്രേലിയ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിലായിരുന്നോ, ആ സിഡ്നിയിലൊന്ന് പോയി നോക്കണം. ആ സിഡ്നിയിൽ എനിക്ക് തോന്നുന്നു പകുതി ജനം ചൈനക്കാരായിരിക്കും. ചൈനീസ് അല്ലേ. എല്ലാം ഇങ്ങനെ ഈ പറഞ്ഞ പോലെ കുടിയേറി പോവാ. നമ്മൾ പറയും ഇന്ത്യക്കാരാണ് മൈഗ്രേറ്റ് ചെയ്യുന്നതിൽ നമ്പർ 1 എന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരെ മൈഗ്രേറ്റ് ചെയ്യുന്നതിലും കൂടുതൽ ചൈനക്കാർ മൈഗ്രേറ്റ് ഇൻവെസ്റ്റ് ചെയ്ത് ഹൗസുകൾ വാങ്ങുക, എന്നിട്ട് റെന്റിന് കൊടുക്കുക, അവിടുന്ന് ഫണ്ട് മാറ്റിയിട്ട് അവർക്ക് അവിടെ അത്ര ചൈനയിൽ സ്ഥലം വാങ്ങാൻ പറ്റില്ല. ചൈനീസ് ആണ് സെക്കൻഡ്, ഇന്ത്യ കഴിഞ്ഞ സെക്കൻഡ് സ്റ്റുഡൻസ്. അവര് സ്വന്തം വീട് വാങ്ങിക്കുക, റെന്റിനല്ല എടുക്കുന്നത്. നമ്മളും വീട് വാങ്ങിക്കുമല്ലോ, പക്ഷെ നമ്മൾ താമസിക്കാനാന്നേ ഉള്ളൂ വാങ്ങിക്കുന്നത്. പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ പല രാജ്യങ്ങളിൽ പോകുമ്പോഴും, ഇപ്പം ഞാൻ ഫിജി പോയപ്പോൾ ഫിജിയിൽ ഈ പറഞ്ഞ പോലെ ചൈനീസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് ചൈനീസ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. ഒന്ന് ഗവൺമെൻറ്റായിട്ട് വന്ന് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് ഭാഗമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അതല്ലാതെ ആളുകൾ മൈഗ്രേറ്റ് ചെയ്ത് പോയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ധാരാളം ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ചൈനക്കാരുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നമുക്ക് പല രാജ്യത്തും എനിക്ക് കാണാൻ പറ്റി. ഫിജി പോലുള്ള പല രാജ്യത്തും ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇപ്പോൾ ശ്രീലങ്കയിൽ പോയി കഴിഞ്ഞാലും ശ്രീലങ്കയിൽ മെയിൻ റോഡ് പണിയുന്നതും ബാക്കിയുള്ള പരിപാടികളും പോർട്ട് ചെയ്യുന്നതും എല്ലാം ചൈനീസ് കമ്പനികളാണ്. അപ്പോൾ ഞാൻ ആ കരീബിയൻ രാജ്യത്തൊക്കെ കറങ്ങി നടക്കുമ്പോഴും അവിടെയെല്ലാം നമുക്ക് ചൈനയുടെ ഭയങ്കരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ്, അത് ഡയറക്റ്റായിട്ട് ചൈനയ്ക്ക് പിന്നെ കരീബിയനിൽ കുറച്ച് നല്ല സ്നേഹമുണ്ട് കൂടുതൽ, ഇച്ചിരി അമേരിക്കയ്ക്ക് അടുത്തുള്ള രാജ്യങ്ങളായതുകൊണ്ട്. ഇന്ത്യൻസ് ആണ് മെജോറിറ്റി അല്ലേ? അങ്ങനെയൊന്നുമില്ല, ഇന്ത്യൻസിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ബിസിനസ് കാര്യങ്ങളൊക്കെ തന്നെയാണെന്നുണ്ട്. പക്ഷേ ഫണ്ട് നല്ല രീതിയിൽ ഗവൺമെൻറ് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വലിയ കമ്പനി CEOs ആണ്, ഓണേഴ്സ് അല്ല ചെയർമാനോ അല്ല. ചൈനക്കാർ സ്വന്തം ബിസിനസ്സാണ് ചെയ്യുന്നത്, CEOs കുറവാണ്. നമ്മളെ എപ്പോഴും വേറൊരാൾ അണ്ടറിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലോകത്തെ ഏറ്റവും ടോപ്പ് കമ്പനീൻ്റെ ഒക്കെ CEOs ഏറ്റവും കൂടുതൽ ഇന്ത്യക്കാരായിരിക്കും. പക്ഷെ ഇവർ ഡയറക്റ്റ് ഓണേഴ്സ് ആവാം. ഇപ്പോൾ പല ബ്രാൻഡുകൾ, ഇപ്പോൾ കാറുകളാണെങ്കിൽ പണ്ട് മൊബൈൽ ഫോൺ നമ്മൾ പറയും ചൈന ഫോൺ എന്ന് പറയും. ഇപ്പോൾ ചൈന ബ്രാൻഡ്സാണ് ലോകത്ത് എല്ലായിടത്തുള്ളത്, ഒക്കെ ഓണേഴ്സ് അവരാണ്. അതേപോലെ തന്നെ ഇപ്പോൾ കാറുകൾ, ഏറ്റവും സൂപ്പർ കാറുകൾ വരെ വന്നു തുടങ്ങി, അതിൻ്റെ ഓണേഴ്സും ചൈനക്കാരാണ്. നമ്മളെപ്പോഴും ഇന്ത്യയിൽ അതിനുള്ള ഫെസിലിറ്റി കൂട്ടണം. ഇപ്പോഴും അമേരിക്ക നല്ല എഫിഷ്യൻ്റായിട്ടുള്ള അമേരിക്കയിൽ പോകും, അല്ലെ വേറെ അതിൻ്റെയൊക്കെ CEOs ആവുന്നുള്ളൂ, ഇതിൻ്റെ ഓണേഴ്സ് ആവുന്നില്ല. ഇപ്പം ഈ ഇന്ത്യൻ ചൈനയുമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കുറച്ച് ഇപ്പോൾ നല്ല ടേംസിലേക്ക് മാറി വരുന്ന നല്ല മാറ്റങ്ങളുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 2-3 മാസമായിട്ട് കേൾക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇന്ത്യൻസിൻ്റെ വിസ ചൈന റിജക്ട് ചെയ്യുന്നു പറയുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സുകാർ മാത്രമേ അവിടെ പോകുള്ളൂ. ട്രാവൽ ഏജൻസ് ഒക്കെ കൊണ്ടുപോയിട്ട് ചെറിയ പാക്കേജ് കൊണ്ടുപോയിട്ട് അപ്ലിക്കേഷൻ കൂടുമ്പോൾ അപ്ലിക്കേഷൻ അല്ല, ഈ പാക്കേജ് 50,000 60,000 കൊണ്ടുപോകും. എന്നിട്ട് ഇവരൊക്കെ അവിടെ ബിസിനസ് എന്ന് പറഞ്ഞിട്ട് ലീഗലല്ലാതെ ഇവർ ഈ വിസിറ്റിംഗ് വിസയിൽ വന്നിട്ടും ബിസിനസ് വിസയിൽ വന്നിട്ടും അവിടുന്ന് വീഡിയോ എടുക്കുക, അവിടെ ബിസിനസ് ചെയ്യുക, അത് ഇറക്കി തരാം ഇത് ഇറക്കി തരാം എന്നുള്ള രൂപത്തിൽ ഒരുപാട് ആൾക്കാർ ഈ ട്രാവൽ ഏജൻസീസ് കൊണ്ടുപോകുന്നുണ്ട്. അത് ഗവൺമെൻറ് മനസ്സിലായി. ഇതുവരെ നമുക്ക് ഏറ്റവും ഈസി ആയിരുന്നു ചൈന വിസ. അപ്പോൾ അവർ കൺട്രോൾ ചെയ്തു. ഈ ട്രാവൽ ഏജൻസി എന്ന് പറയാം 50,000 ചൈന പോയി വരാം, കാനഡ ഫെയർ പോകുമെന്ന് പറഞ്ഞിട്ട് അന്ന് ബിസിനസ്സുകാർ മാത്രമേ വന്നിട്ടുള്ളായിരുന്നു. ഇപ്പോൾ ദുബായിൽ പോകുന്ന സൗദിയിൽ പോകുന്ന പോലെയൊന്നും ചൈനയിലേക്ക് വരാനില്ലായിരുന്നു. അത് മാറിപ്പോയി ഇപ്പോൾ. അപ്പോൾ അവർ കൺട്രോൾ ചെയ്തു. ഭയങ്കര ടഫായി ഇപ്പോൾ. ഭയങ്കര റിജക്ഷൻസ് വരുന്നുണ്ടെന്ന്. ഇവിടെ റിജക്ഷൻസ് ഉണ്ടോ? ഇവിടെ ഇപ്പോൾ ഓപ്പൺ ആയിട്ടല്ല. ഇന്ത്യ ചൈനയുടെ വിസ ഭയങ്കര ടഫാണ് ഇന്ത്യക്ക് കിട്ടാൻ. പല രാജ്യങ്ങളിലും ഇങ്ങനെ വിസ കാര്യമായിട്ട് പല രാജ്യങ്ങളും ഇപ്പൊ ഇങ്ങനെ വിസ കാര്യമായിട്ട് ഓപ്പൺ ആക്കുന്നു. UK-കാർക്ക് ഞാൻ വരണമെന്നില്ല ഗൈസ്. അതല്ല സുജിത് ഭായിക്ക് ഓർമ്മയുണ്ടോ, അത് നമ്മൾ ഷിൻഷാ ഷോയിൽ പോയപ്പോൾ ഹോങ്കോങ്ങിൽ അന്നൊരാൾ പറഞ്ഞത് ഞാനിവിടെ എന്താണ് അഭയാർത്ഥിയാണ്, എന്തോ റെഫ്യൂജി ആയിട്ട് വരികയാണ്. അപ്പോൾ ഈ ഏജൻസികൾ എന്ത് ചെയ്യുന്ന അറിയാം, ശരിക്കും നമുക്ക് ഒരു പൈസയും വേണ്ട, ഹോങ്കോങ് വിസക്ക് ഒരു പൈസയും വേണ്ട, ടിക്കറ്റ് എടുത്ത് പോവുക, ഓൺ അറൈവൽ, പിന്നെ എന്താണ് പറയുക, അറൈവൽ കാർഡോ എന്തോ ഓൺലൈനിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവരെ പറ്റിച്ചിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പാവങ്ങളിൽ നിന്ന് 5 ലക്ഷം രൂപയൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയിടും. അതൊക്കെ പോട്ടെ, നമുക്കിനി അടുത്ത ട്രിപ്പ് പോകണ്ടേ? നമ്മൾ എന്തായാലും ഒരുമിച്ചിട്ട് ട്രിപ്പ് പോവാം.
എല്ലാവരും വരട്ടെ. സുനീർക്ക, ഫാസിൽ ബ്രോ, ഷംജിത് ഭായ്. എങ്ങോട്ടാ പോവാം നമുക്ക്? അന്റാർട്ടിക്ക പോകണ്ടേ? ചൈനയ്ക്ക് പോവാം. ചൈനക്കൊന്നും ഞാൻ ഇല്ല. അന്റാർട്ടിക്ക പോവാ. വാ തുറന്ന ചൈന മാത്രം. ചൈന ഇല്ല, UK ഇല്ല. ഞാൻ വരാം ചൈനക്ക്, ഞാൻ വരും. പിന്നെ അല്ല ചൈനയെ കുറ്റം പറയരുത് കേട്ടോ. അന്റാർട്ടിക്ക പോവാം, നമുക്ക് എല്ലാവർക്കും കൂടെ അന്റാർട്ടിക്ക പോവാം. ഡേറ്റ് ഫിക്സ് ചെയ്യും. അന്റാർട്ടിക്ക പോകുമ്പോഴത്തേക്കും ഒന്നെങ്കിലും നമ്മൾ 4 പേരുണ്ടാവണം, അല്ലെങ്കിൽ 6 പേരുണ്ടാവണം. നമ്മൾ പറഞ്ഞു പറ്റിക്കരുത്. നിങ്ങൾ നോർത്ത് കൊറിയ പോകാന്ന് പറഞ്ഞൊക്കെ ബുക്ക് ചെയ്ത്. നോർത്ത് കൊറിയ ബുക്ക് ചെയ്തിട്ട് പോകാൻ പറ്റായിരുന്നു, അത് ക്ലോസ് ചെയ്തോണ്ടല്ലേ. ഞാൻ എന്ത് ചെയ്യാനാ? ശരി, ഞങ്ങൾ ആക്ച്വലി നോർത്ത് കൊറിയ പോകാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് പൈസ കൊടുത്തു. അന്നേരത്തേക്കിനും കിം ജോങ് പറഞ്ഞു വരണ്ട, ക്യാൻസൽ ചെയ്തല്ലേ? ക്യാൻസൽഡ്. അത് പോയിരുന്നല്ലായിരുന്നു. പക്ഷെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആവും പോയിട്ട് വന്നു. തമിഴ് ട്രക്കർ ഗംഭീര പരിപാടിയായിരുന്നു. സാരില്ല, പോവാല്ലോ. നമുക്കിങ്ങനെ ഫസ്റ്റ് പോണം എന്നുള്ള വാശി ധൃതി ഒന്നും ഇല്ലല്ലോ. മാധ്യമങ്ങൾ പറയുന്നതാണ് തോന്നുന്നു. എന്താ തിരിച്ചു വന്നില്ലേ? തിരിച്ചു വന്നു. എനിക്ക് അതേപോലെ ഗ്രീൻലാൻഡ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അന്റാർട്ടിക്ക പോലെ തന്നെയാണ് ഗ്രീൻലാൻഡ് ക്രൂസ് ചെയ്യാൻ. ഷെങ്കൻ വിസ മതിയല്ലോ ഗ്രീൻലാൻഡ്. ഷെങ്കൻ വിസ ഗ്രീൻലാൻഡിന് വേറെ സെപ്പറേറ്റ് എടുക്കണം. ഷെങ്കൻ ഗ്രീൻലാൻഡ് ഷെങ്കനിൽ വരുന്നതല്ല, അതിന് വേറെ എന്തോ സെപ്പറേറ്റ് സാധനം എടുക്കണം. അല്ല, ട്രംപ് പറഞ്ഞ ഗ്രീൻലാൻഡാണ്. ട്രംപ് എടുക്കാൻ പോകാൻ ട്രംപ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അമേരിക്ക വിസ വെച്ചിട്ട് പോവാതിരിക്കില്ലേ? അതെ, ട്രംപ് എടുക്കാൻ പോവാന്ന് പറഞ്ഞ ഗ്രീൻലാൻഡ്. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തു. അതേപോലെ കാനഡ വിസ കിട്ടിയായിരുന്നു, കാനഡ പോകാൻ പറ്റിയില്ല. പക്ഷെ ആ പാസ്പോർട്ട് തീർന്നില്ല. ഇപ്പൊ പുതിയ പാസ്പോർട്ട് മാറ്റിയിട്ട് പഴയ പാസ്പോർട്ടിലെ വിസ വെച്ചിട്ട് പോകാൻ പറ്റുമല്ലോ അല്ലേ? കുഴപ്പമില്ലല്ലോ അല്ലേ? മതിയല്ലോ അല്ലേ? പഴയ പാസ്പോർട്ടിൽ പോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം പാസ്പോർട്ട് തീരാറായി. അപ്പൊ ഇനിയൊന്ന് പുതിയ അല്ല, പേജ് തീർന്നിട്ടേ. അപ്പൊ ഇനി പുതിയ പാസ്പോർട്ട് വാങ്ങിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ എന്തായാലും ഇനിയിപ്പോ പതുക്കെ ഇനിയിപ്പം എന്താ പണി നിനക്ക് ഇത്ര പുച്ഛം? നമ്മളവിടുന്ന് തള്ളുന്ന ഈ US വിസ ഒക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇച്ചിരി അഹങ്കാരം കൂടിയിട്ടുണ്ട്. UK വിസ 2 തവണ വില അറിയത്തില്ല. വരണ്ട. അല്ല സുജിത് ഭായ്, അത് പ്രശ്നമൊന്നുമില്ല. ആളെ കണ്ടിട്ടാണ് അവരൊക്കെ വിടുക. കാരണം ഞാൻ വാഷ് ചെയ്ത് പാസ്പോർട്ട് ഇട്ട് നമ്മൾ വിയറ്റ്നാം കടന്നു, UK പോയി വാഷ് മെഷീനിലിട്ട്, പിന്നെ അതിന് പല ഓർമ്മ ഉണ്ടെങ്കിൽ ഇത് കടക്കൂല്ല ഇത് ഒറിജിനലാണോ പറഞ്ഞിട്ട് പിന്നെ ഷൈർവേടെ അടുത്ത് ഭയങ്കര കോമഡിയാ. ഇമിഗ്രേഷനിലൊക്കെ പോയിട്ട് 3-4 പാസ്പോർട്ട്, ഇതിൽ ഏതാ പാസ്പോർട്ട്? ഇമിഗ്രേഷൻ ഓഫീസർ നോക്കുക ഫാമിലിയുടെ പിള്ളേരുടെ പാസ്പോർട്ടാന്ന് വിചാരിച്ചിട്ട് ഇതെല്ലാം എന്റെ പാസ്പോർട്ടാണ്. UK പോയി ഇതെന്താണ് അലക്കി കൊടുക്കാണെന്ന് ചോദിച്ചിട്ട്, അല്ല അതിപ്പോ അങ്ങനെ പറ്റിപ്പോയി, ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി, അന്ന പോയിക്കോ പറഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിലായിട്ടുണ്ടോ? നമ്മളിപ്പോ ചിരിക്കുന്നു, അത് ഭാഗ്യത്തിന് അവര് ചെയർമാൻ ആ സമയത്തൊന്നും ചെയ്യാത്തത്. അല്ല, ചെയ്യാനെന്താ ഡീപ്പോർട്ട് ചെയ്യും, തിരിച്ചു അതാ ഞാൻ പറഞ്ഞേ, അത് തന്നെ ചെയ്യാത്ത ഭാഗ്യം. അവർക്ക് എന്തോ ആ സമയത്ത് ചെയർമാനോട് സ്നേഹം തോന്നി അവര് വിട്ടു. റെക്കോർഡുണ്ടോ? പണ്ടൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എയർപോർട്ടിലൊക്കെ ഞാൻ നേരത്തെ പോകും, 3 മണിക്കൂർ മുന്നേ പോകും. അയ്യോ, കഴിഞ്ഞ ദിവസം ഞാൻ പറയട്ടെ, കഴിഞ്ഞ ദിവസം എനിക്കായിരുന്നു ടെൻഷൻ. എനിക്ക് ഒരിക്കലും ലേറ്റ് ആയിട്ട് പോകുന്ന ഇഷ്ടമല്ല. ഇങ്ങനെ ഉണ്ടല്ലോ, ഇങ്ങനെ വന്ന് നെക്സ്റ്റ് ഡേ ഹി ഫ്ലൂ ടു ട്രിവാൻഡ്രം പോവാ. ഇവിടെ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞു 7:45 ഭയങ്കര തിരക്കായിരിക്കും, കൊച്ചിയിലെ റോഡുകൾ ഇപ്പോൾ ഭയങ്കര ബ്ലോക്ക് ആണതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു രാവിലെ നിങ്ങൾ ലേറ്റ് ആവണ്ട. എന്നിട്ട് എന്നോട് പറയാതെ ഇങ്ങനെ 8:30 ക്യാബ് ബുക്ക് ചെയ്തിട്ട് ഓടി. 9:20 ഫ്ലൈറ്റ്, അല്ല 9:25 ഗേറ്റ് ക്ലോസ് ചെയ്യും, 10 മണിക്ക് ഫ്ലൈറ്റ്. എനിക്ക് ടെൻഷൻ. ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ മെസ്സേജ് അയച്ചൊന്നും എനിക്കറിയാം. നോർമലി ഞങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ പുള്ളി അങ്ങനെയല്ല. പുള്ളി ഇപ്പൊ എയർപോർട്ടിനകത്ത് ഗേറ്റിൽ നിൽക്കുകയാണെങ്കിൽ പുള്ളി ഉണ്ടാവും ഫ്രണ്ടില്, ഞങ്ങള് ബാക്കിൽ, ഞങ്ങൾ ഒറ്റ ബാക്കിലായിരിക്കും അല്ലേ? അല്ല, ഇത് പറയാം. ഇത് 10 മണിക്കാണ് ഫ്ലൈറ്റ്, 10 മണിക്കാണ് അവരുടെ ഡിപ്പാർച്ചർ സമയം. ആസ് പെർ ദ ലോ 9:20, അതായത് ബോർഡിംഗ് ഗേറ്റ്സ് ക്ലോസസ് 25 minutes പ്രയർ ഡിപ്പാർച്ചർ എന്നാണ് ആസ് പെർ ദ ലോ. അതായത് 9:35 അവർ ബോർഡിംഗ് ഗേറ്റ് ക്ലോസ് ചെയ്യേണ്ടത്. ആ വിമാനം ഏർലി പോകാൻ സത്യം പറഞ്ഞാൽ പാടില്ലല്ലോ. ഒരു 5 മിനിറ്റ് ലേറ്റ് ആയാലും ഏർലി പോകാൻ പാടില്ല. പോകാം, എല്ലാവരും ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയറൻസ് കിട്ടിയാൽ പോകാം. പക്ഷേ 9:35 ബോർഡിംഗ് ക്ലോസ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് 8:30 പോയി കഴിഞ്ഞാൽ എനിക്ക് മാക്സിമം 45 minutes മതി.
കേക്ക് പറയുന്നേക്ക് കാര്യമായിട്ട് പറയുന്നേക്ക് ഞാൻ സീരിയസ് ആയിട്ട് കേൾക്കരുത്. ഇതാണോ കേക്ക്? മനസ്സിലായി. എനിക്ക് ഇവിടെ നിന്ന് 8:30 പോയി കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതിരിക്കുന്നത് 45 മിനിറ്റ് മതി എനിക്ക് എയർപോർട്ട് എത്താൻ മാക്സിമം. ശരിക്കും ഇവിടെ നിന്ന് 25 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ രാവിലെ 8:30 സമയത്ത് ആ സമയത്ത് ട്രാഫിക് നോക്കുമ്പോഴത്തേക്കിനും 30 മിനിറ്റ്സ് മതി. അപ്പോൾ ഞാൻ 8:30 കറക്റ്റ് ക്യാബിൽ കയറി. ഞാൻ ഫ്ലൈറ്റ് അലാറം നോക്കുമ്പോഴത്തേക്കിനും 8:30 കറക്റ്റ് കണ്ണൂരിൽ നിന്നും ഈ വിമാനം വിട്ടു. കണ്ണൂർ കൊച്ചി തിരുവനന്തപുരമാണ്. കണ്ണൂർ കൊച്ചി തിരുവനന്തപുരം. അപ്പം ഞാൻ 9:10 ആയപ്പോഴത്തേക്കിനും ഞാൻ എയർപോർട്ടിലെത്തി. കറക്റ്റ് ഞാൻ എയർപോർട്ടിനകത്ത് പോയി വിമാനം ഇറങ്ങി ടാക്സി ഇറങ്ങിയതും ഈ വിമാനം അവിടെ ലാൻഡ് ചെയ്തു. കണ്ണൂരിൽ നിന്നുള്ള വിമാനം അവിടെ ലാൻഡ് ചെയ്തു. അതായത് ഈ വിമാനം 9:10 അവിടെ ലാൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു വരുന്നത് കേക്ക് പറയട്ടോ ഫ്ലോകളല്ലേ ഹാൻഡ് ബാഗ് മാത്രമേ ഉള്ളൂ, ചെക്ക് ഇൻ ബാഗ് ഒന്നുമില്ല. നേരെ അകത്തോട്ട് പോകുന്നു. നമ്മൾ ഡിജി യാത്ര രജിസ്റ്റേർഡ് ആണ്. ഞാൻ പറയുന്നത് നമ്മുടെ എയർപോർട്ടുകളുടെ ഈസിനെസ് എളുപ്പം കാര്യങ്ങളാണ് പറയുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണ് പറയുന്നത്. ബാഗ് ഇല്ലാത്തതുകൊണ്ട് ഹാൻഡ് ബാഗ് മാത്രം ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഡിജി യാത്രയുണ്ട്. അതിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ചെല്ലുക, ഒന്നും കാണിക്കേണ്ട, നമ്മൾ മുഖം മാത്രം കാണുക, നോക്കി ചിരിച്ച് കാണിക്കുക. ഗേറ്റ് തുറക്കുന്നു, നേരെ അകത്തോട്ട് കയറുന്നു. അകത്തോട്ട് കയറി കഴിഞ്ഞാൽ വിത്തിൻ 1 മിനിറ്റ് നമ്മൾ സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെ എത്തി. അവിടെയും ഡിജി യാത്ര എൻട്രി ഉണ്ട്. അവിടെ പോയി ചിരിച്ച് കാണിക്കുന്നു. ആ സമയത്ത് സെക്യൂരിറ്റി ചെക്ക് തിരക്ക് കുറവായിരിക്കും. ബാഗ് അവിടെ പുറത്ത് വയ്ക്കുന്നു, ഇറങ്ങി വരുന്നു. ശരിക്കും വിമാനത്താവളത്തിൽ ടാക്സി ഇറങ്ങിയാൽ 5 മിനിറ്റിനുള്ളിൽ നമ്മൾ ഗേറ്റിൻ്റെ അവിടെ എത്തി. കൊച്ചി എയർപോർട്ട് ആയതുകൊണ്ട് നമ്മൾ സ്ഥിരം പോകുന്നതാണ്ട് അറിയാം. നേരെ മറിച്ച് ഡൽഹിയോ വേറെ ഏതെങ്കിലും എയർപോർട്ടാണോ നടക്കില്ല, തിരക്കായിരിക്കും. വലിയ എയർപോർട്ടാണ്. കൊച്ചി എയർപോർട്ട് ആയതുകൊണ്ട് നമുക്ക് നടക്കും 5 മിനിറ്റിൽ. അപ്പോൾ ഞാൻ 9:15 ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തി. 9:15 ഞാൻ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കിനും ഇവർ 9:20 ബോർഡിങ്, അതായത് 9:10 ഇറങ്ങിയ വിമാനത്തിൽ 9:20 ഞാൻ ചെന്നപ്പോഴത്തേക്കും ഇവർ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. 9:20 ബോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 10 മണിക്ക് വിടേണ്ട വിമാനം 9:40 ഇവർ ഡിപ്പാർട്ട് ചെയ്തു. 20 മിനിറ്റ് ഏർലി തിരുവനന്തപുരത്തെത്തി. ഞാൻ മറന്നു എന്താ നിങ്ങൾ എന്താ പറഞ്ഞെന്നുള്ളത്. ഞാൻ വേറെന്തോ ചിന്തിച്ചു. ഇതൊന്നുമല്ല, ബേസിക്കലി ഞാൻ പറയാം. എന്താണ്ട് ഇത് ഇന്ന് രാവിലെ പുട്ടല്ല കഴിച്ചത്, എന്നിട്ടും ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ. ഞാൻ പോഡ്കാസ്റ്റിന്റെ ഹോസ്റ്റ് ആണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കൂ. ഞാൻ നമ്മളുടെ എയർപോർട്ടുകളുടെ എഫിഷ്യൻസിയെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ബാംഗ്ലൂർ മാത്രമല്ല, കൊച്ചിക്ക് എന്താ പ്രശ്നം? നിങ്ങൾക്കറിയോ, ഞങ്ങള് സർവീസ് 2 years മുമ്പേ ആണ് തോന്നുന്നു, 1.5 years 2 years മുമ്പ് ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ മലേഷ്യയിൽ നിന്ന് ഞങ്ങൾ ഫ്ലൈറ്റ് കയറി. എയർ ഏഷ്യ ബാംഗ്ലൂർ കൊച്ചി ആ ഫ്ലൈറ്റാണ് എടുത്തത്. എനിക്ക് തോന്നുന്നു ബാംഗ്ലൂരിൽ വന്നത് ഏത് ഫ്ലൈറ്റ് ആയിരുന്നു? 2 ടെർമിനൽ മാറിപ്പോകേണ്ട അവസ്ഥ. 2 ടെർമിനൽ മാറിപ്പോകേണ്ട അവസ്ഥ. ഐ ഹാവ് ടോൾഡ് ഹിം നെവർ ടേക്ക്. സിംഗപ്പൂരിൽ നിന്ന് വന്നത്. സിംഗപ്പൂർ സ്കൂട്ടിനാന്ന് തോന്നുന്നു. ബാംഗ്ലൂർ എയർ ഏഷ്യ, അതായത് ബാംഗ്ലൂർ ടു കൊച്ചി എയർ ഏഷ്യ. നമ്മുടെ ഫ്ലൈറ്റ് അവിടെ കറക്റ്റ് സമയത്ത് എത്തി. അല്ല, 20 മിനിറ്റ് ലേറ്റ് അല്ലായിരുന്നു, എന്തോ ലേറ്റ് ആയിരുന്നു. ഞങ്ങളെ ബാഗ് കിട്ടിയിട്ട് അടുത്ത ടെർമിനലിലോട്ട് പോകണം. അതാണെങ്കിൽ അടുത്തുമല്ല, ബസ് കയറി വേണം പോവാൻ. ബസ് കയറാൻ അവിടെ ബസ്സുണ്ടോ അതില്ല. അവസാനം ആ ഒരു ഓട്ടമാണ് അവിടെ മൊത്തത്തിൽ. എനിക്ക് ആ ചെറുക്കനെയും പെട്ടിയും കൊണ്ട് ആ ചെറുക്കനെയും ഇങ്ങനെ ഓടുവാണ്. ഇങ്ങനെയാണ് അവസാനം ചെറുക്കനെ ഉരുട്ടിക്കൊണ്ട് വരുന്നത്. ഓടിയത് ഞാനും. ആ ഒരു പോർട്ടർ കാരണമാണ് ഞങ്ങൾ ബാംഗ്ലൂരിൽ കറക്റ്റ് ടൈമിന് ആ എയർ ഏഷ്യ ഫ്ലൈറ്റ് ഞങ്ങൾ പിടിച്ചത് ടു കൊച്ചി. മനസ്സിലായോ? ആ ഓടി ഓട്ടോ സത്യം മനസ്സിലായോ? എന്നോട് അവിടെ ഇത് ക്ലോസ് ചെയ്യാൻ പോവാ അവര്. ചെക്ക് ഇൻ, നമുക്ക് പെട്ടി ചെക്ക് ഇൻ ചെയ്യണ്ടേ? അത് ബുദ്ധിമുട്ടല്ലേ? നിങ്ങൾ പറ ചേട്ടാ, നിങ്ങള് ലണ്ടനിന്ന് കൊച്ചിക്ക് വരുക. ലണ്ടൻ നിങ്ങൾ കൊച്ചിക്ക് വരുന്നു. നിങ്ങൾ ഡയറക്റ്റ് ഫ്ലൈറ്റ് ഇല്ല. പിന്നെ വരാൻ പറ്റുന്നത് ഖത്തർ, എമിറേറ്റ്സ് അല്ലെങ്കിൽ എയർ ഇന്ത്യ ഏതെങ്കിലുമൊക്കെ ഫ്ലൈറ്റ് എടുത്ത് ട്രാൻസിറ്റ് വഴി വരും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ദുബായ് വഴി DCC വരെയുള്ള ഫ്ലൈറ്റിന് നിങ്ങൾ നോക്കുമ്പോഴത്തേക്കിനും എക്കണോമിക്ക് നിങ്ങൾ ഭയങ്കര റേറ്റാണ്. 1 ലക്ഷം രൂപ കാണിക്കുന്നു. 1 ലക്ഷം രൂപ കാണിക്കുന്നു. നിങ്ങൾക്ക് എങ്ങനെ ട്രാൻസിറ്റുള്ള ഏത് ഫ്ലൈറ്റ് എടുത്താലും 1 ലക്ഷം രൂപ കാണിക്കുന്നു. അപ്പോൾ അപ്പോഴാണ് നിങ്ങൾക്ക് ടർക്കി വഴി നിങ്ങൾക്ക്, അതായത് 2 ടിക്കറ്റ് നിങ്ങൾക്ക് ലണ്ടൻ ടു ഇസ്താൻബുൾ വിസയറും
പിന്നെ പെഗാസസോ അങ്ങനെ ഏതെങ്കിലും ഫ്ലൈറ്റ് വഴി ഇൻഡിഗോ കണക്ഷനിലോ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് ടിക്കറ്റ് കിട്ടുന്നു. അതിന് 25,000 രൂപയേ ഉള്ളൂ. നിങ്ങളൊരു സാധാരണക്കാരനാണ്, നിങ്ങൾ സ്റ്റഡി ലിങ്ക്സിൻ്റെ മുതലാളി ആയിരിക്കാം, പക്ഷേ നിങ്ങളൊരു സാധാരണക്കാരനാണെന്ന് സങ്കല്പിച്ചോ. അപ്പോൾ നിങ്ങൾ 5 പേര് വരുമ്പോഴത്തേക്കിനും 25,000 വെച്ച് 5 എന്ന് പറയുമ്പോൾ 1.25 lakhs. മറ്റത് 5 പേരെന്ന് പറയുമ്പോൾ 5 ലക്ഷം രൂപ ആവും. നിങ്ങൾ ഏത് എടുക്കും? ഏത് 5 ലക്ഷമോ? അതല്ലേ എടുക്കുള്ളൂ. അപ്പൊ ഇച്ചിരി കഷ്ടപ്പെടണം. കഷ്ടപ്പെടത്തില്ല ഞാൻ പറഞ്ഞില്ല, കഷ്ടപ്പെടാൻ ഞാൻ റെഡിയാണ്, പക്ഷെ യു നീഡ് ടൈം. അതല്ലേ ഫ്ലൈറ്റ് ലേറ്റ് ആയിട്ട് പറ്റുള്ളൂ. കഷ്ടപ്പെടുന്നത് മാത്രമല്ല, എനിക്ക് അങ്ങനെ വരാൻ ഇഷ്ടം. എനിക്കും അല്ല, അതിന് ഞാൻ റെഡിയാണ്. അത് കഷ്ടപ്പാടാണെങ്കിലും ഞാൻ റെഡിയാണ്, ഐ ഡോണ്ട് മൈൻഡ്. പക്ഷെ അതിന് ഇനഫ് ടൈം ഓഫ് ഗ്യാപ്പ് വേണ്ടേ? വേണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് അബദ്ധം പറ്റിയില്ല. എനിക്ക് അബദ്ധമല്ല, എനിക്ക് ആക്ച്വലി ഞാൻ ഫിജിയിൽ നിന്ന് സിഡ്നിക്ക് ടിക്കറ്റ് എടുത്തു. എന്നിട്ട് സിഡ്നിയിൽ ഒരു ദിവസം രാത്രി മൊത്തം നിന്നിട്ട് അടുത്ത ദിവസം രാവിലെ 10 മണിക്ക് ഞാൻ ഫ്ലൈറ്റ് എടുത്തു. കോലാലംപൂർ വരുന്നു. ആ കോലാലംപൂർ ഫ്ലൈറ്റ് വൈകിട്ട് 5 മണിക്ക് കോലാലംപൂർ എത്തുന്നു. എന്നിട്ട് രാത്രി 10:30 അവിടെ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റ്. അങ്ങനെയാണ് എടുത്തത്. നല്ല ഗ്യാപ്പുണ്ട്. അതിൽ 3 സിംഗിൾ ഡിഫറെൻറ്റ് PNR. അപ്പോൾ ഫിജി ടു സിഡ്നി ഫ്ലൈറ്റ് ക്യാൻസലായി. എന്നിട്ട് അടുത്ത ദിവസം രാവിലത്തേക്കായി അത് പോസ്റ്റ്പോൺ ചെയ്തു. ക്യാൻസലായിട്ട്. അപ്പോൾ എനിക്ക് എന്ത് പറ്റി, എൻ്റെ മറ്റ് 2 കണക്ഷൻസും മിസ്സായി. അപ്പോൾ എനിക്കത് ഫ്ലെക്സി ടിക്കറ്റ് ആയതുകൊണ്ട് ഫ്രീ ആയിട്ട് റീഷെഡ്യൂൾ ചെയ്യാൻ പറ്റി. അപ്പോൾ എനിക്ക് ഫിജി ടു സിഡ്നി വന്നിട്ട് എനിക്ക് മറ്റ് ടിക്കറ്റുകൾ കണക്ഷൻ പോയതുകൊണ്ട് നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റേണ്ടി വന്നു. എന്നിട്ട് ഞാനത് വന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ 3 ടിക്കറ്റ് ഞാൻ എടുത്തത് കൊണ്ട് എനിക്ക് ഏകദേശം ഒരു 55,000 റുപ്പീസിന് ഫിജിയിൽ നിന്ന് കൊച്ചി വരെ എത്താൻ പറ്റി. നേരെ മറിച്ച് സിംഗിൾ ടിക്കറ്റ് ആയിരുന്നു 1 ലക്ഷം രൂപയ്ക്ക് മേലെ ആയനെ. അപ്പോഴും എനിക്ക് കോലാലംപൂർ ഇറങ്ങിയിട്ട് ടെർമിനൽ ചേഞ്ച് ചെയ്യേണ്ടി വന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ബുദ്ധിമുട്ടില്ലായിരുന്നു. പോകുമ്പോൾ ശ്രദ്ധിക്കണം. 1 ലക്ഷം 2 ലക്ഷം ആയാലും നോക്കരുത്. അങ്ങനല്ല, ഞാൻ പറഞ്ഞേ, നമുക്ക് ഒരു certain amount of time വേണം. When you need a layover, when you have a flight to catch other, ഒരു layover minimum 1 hour വേണം. ഇത് 1 hour പോരാ, മിനിമം 1 hour പോരാ. പ്ലസ് സിംഗിൾ PNR അല്ലാത്ത ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 4 hours 5 hours ലേഓവർ ഇട്ടിട്ട് എടുക്കാവൂ. ഒരു മിനിമം 2 hours പോരെ. സിംഗപ്പൂർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, ദുബായ് ആണെങ്കിലും കുഴപ്പമില്ല. സിംഗപ്പൂർ ആണെന്നുണ്ടെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് സമയമൊന്നും വേണ്ട, കാരണം സെയിം ടെർമിനല്ല. സ്റ്റുഡൻസിനോട് പറഞ്ഞാണ് ഇതെല്ലാം. അല്ല സുഹൃത്തായി, ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ 3 ഫ്ലൈറ്റിൽ പോയതല്ലേ? അപ്പോൾ ഫ്ലൈറ്റ് ലേറ്റ് ആയാൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ലേറ്റ് ആയാലും എന്താ ഫ്ലൈറ്റ് വെയിറ്റ് ചെയ്യാത്തത്? അത് അങ്ങനെ ഒരു പ്രശ്നം. എന്താ പ്രശ്നം? അതാണ് പ്രശ്നം. നല്ലൊരു ചോദ്യമാണ്, അതാണ് സത്യമാണ്. ഇപ്പൊ കോഴിയാണ് ആദ്യം ഉണ്ടായി, മുട്ടയാണ് ആദ്യം ഉണ്ടായി. ചൈനയിൽ അങ്ങനെയാണോ? അല്ല, ചൈനയിലൊരു കഥ ഞാൻ പറയാം. പണ്ട് ഞാൻ ലേറ്റായിട്ട് ഇതേപോലെ ഓടി പോയപ്പോൾ 4 ചൈനക്കാർ നിന്നിട്ട് പിന്നെ ബോർഡിങ്ങിൽ കച്ചറ ഉണ്ടാക്കുകയാണ്. ഫ്ലൈറ്റ് അവർ പോയി, ഫ്ലൈറ്റ് ഓൾറെഡി ബോർഡിങ് ക്ലോസ് ചെയ്തു. ഞാൻ പോയപ്പോൾ എനിക്ക് ചൈനീസ് അങ്ങനെ അറിയാം, കുറച്ചൊക്കെ അറിയാം, തട്ടിമുട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ കയറി ചെന്ന് ഇവർ 4 ആൾക്കാർ ഭയങ്കര അടിയാകുമ്പോൾ ആ ഫ്ലൈറ്റിൽ തന്നെ പോകണം. ചൈനക്കാരാണ് 4 ആളും. ഞാനാണ് ചെന്നപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. പിന്നെ ഒടുക്കത്തെ ഇംഗ്ലീഷല്ല, നമ്മൾ മംഗ്ലീഷിൽ 4 ആളും കാഴ്ച. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, അവർക്ക് ഇംഗ്ലീഷ് പറയും. എന്നിട്ട് അവർ വേറെ വണ്ടി കൊണ്ടുവന്ന ഒരു ജീപ്പ് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഞങ്ങളെല്ലാവരും കൊണ്ടുപോയി. അതുവരെ അവരെ കൊണ്ടുപോയിട്ട് അവർ കൈയൊക്കെ തന്നു എനിക്ക്. ഇന്നോട് ഇംഗ്ലീഷ് പറയേണ്ട അടങ്ങാ കൊണ്ടുപോയി. ഞാൻ ആക്ച്വലി ഇതൊക്കെ പറഞ്ഞു വന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത്, എൻ്റെ പണ്ടത്തെ യാത്രകളിൽ ഞാൻ എല്ലാം നേരത്തെ എയർപോർട്ടുകളിൽ പോവുകയും നേരത്തെ പോയിരിക്കുകയും ചെയ്യും. 2 റീസണാണ്. ഒന്ന്, ആങ്സൈറ്റി ഒഴിവാക്കാൻ വേണ്ടി. 2, നമ്മൾ ഈ വീഡിയോ എടുക്കണമല്ലോ. വീഡിയോ എടുക്കുമ്പോൾ ഹൈബറി ആക്കാതിരിക്കാൻ വേണ്ടിയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ സൈർബയുടെ കൂടെ യാത്ര ചെയ്ത് സൈർബയുടെ നമ്മൾ നീ ഒന്നൊരു 10-20 രാജ്യങ്ങൾ ഒരുമിച്ച് പോയിട്ടുണ്ടാവും. സൈർബയുടെ കൂടെയുള്ള യാത്രകളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 മണിക്ക് ഫ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടുന്ന് കൊച്ചി തിരുവനന്തപുരം ഫ്ലൈറ്റ് പിടിക്കാൻ വേണ്ടി പോയ പോലെയാണ്. 10 മണിക്ക് ഫ്ലൈറ്റ് ആണെങ്കിൽ ചെക്ക് ഇൻ കൗണ്ടർ ക്ലോസ് ചെയ്യുന്നതിന് 5 മിനിറ്റ് മുമ്പായിരിക്കും അവിടെ എത്തുക. കുറ്റം പറയാനല്ല, സൈർബൈനെ പുഴുത്തി പറയാൻ വേണ്ടിയാ അതെ. അതായത് സൈർബായിയുടെ കൂടെ നടന്നാണ് ഞാൻ ഈ ലാസ്റ്റ് ടൈം പോക്ക് പഠിച്ചതും ലാസ്റ്റ് ടൈം പോക്ക് മാനേജ് ചെയ്യുന്നതും. എനിക്ക് ആകെ ഒരു തവണ എന്റെ ഫ്ലൈറ്റ് മിസ്സായിട്ടുള്ളൂ ഇതുവരെ. അല്ല, എനിക്ക് ഇതുവരെ അങ്ങനെ ഫ്ലൈറ്റ് മിസ്സായിട്ടില്ല. ഒരു തവണ എന്തോ മാത്രമേ മിസ്സായിട്ടുള്ളൂ. നമ്മളൊന്നിച്ച് യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാം
ക്ലിയർ ആണ്. അത് ഫ്ലൈറ്റിലൊക്കെ ഫ്രണ്ട് സീറ്റിലെടുക്കുക. ഫ്ലൈറ്റ് നിർത്തി കഴിഞ്ഞ് ഓടും, ഞാൻ പുറകെ ഓടും. പിന്നെ സുജിത് ഭായ് രാവിലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഹോട്ടൽ ബുക്ക് ചെയ്ത് അത് പ്രഷർ. ഞാൻ പറഞ്ഞത് ട്രാവൽ അല്ല, എന്തിനാ ടെൻഷൻ അടിക്കട്ടെ. ഇപ്പൊ ഞാൻ നാളെ ട്രിപ്പ് പോകാൻ പോകുന്നു. ഞാൻ ടിക്കറ്റ് കുറച്ച് മുന്നേ ബുക്ക് ചെയ്തത്. നാളെ പോകാനുള്ള ടിക്കറ്റ് ഇന്റർനാഷണൽ ടിക്കറ്റ് ആണ്, ഇന്ന് ഇപ്പോഴാണ് ബുക്ക് ചെയ്തത്. എമിഗ്രേഷനിൽ തിരക്കായിരിക്കും, ഓടാന്ന് പറയും. പിന്നെ ഓടുന്നു, എന്ത് ഓടാന്ന് അറിയോ. അതെ, എമിഗ്രേഷനിൽ പുറത്തൊക്കെ സ്പെഷ്യൽ കൗണ്ടർ ഉണ്ട്, അതൊക്കെ പഠിച്ചേക്കണം. കുറെ കാര്യങ്ങൾ ഐ ഡു എഗ്രി. ഇപ്പൊ നമ്മൾ ലേറ്റ് ആണെങ്കിലും ചില രാജ്യത്ത്, ഫോർ എക്സാമ്പിൾ സിംഗപ്പൂരൊക്കെ എത്ര എളുപ്പമാണ് അവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റംസ് ഒക്കെ. വി വിൽ നോട്ട് വെയിറ്റ്. ഇപ്പൊ ഈവൻ കുട്ടികളെ കൊണ്ടുപോകുന്ന ആൾക്കാർക്കാണെങ്കിലും അതിനുള്ള സംവിധാനം വരെ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്, ഇല്ലേ? ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴാണ് സിംഗപ്പൂര്, ഞങ്ങൾ 3 പേരും കൂടെ പോയപ്പോഴേ നമ്മൾ സിംഗപ്പൂർ എയർപോർട്ടാണ് ഇമിഗ്രേഷനിൽ ക്യൂ ഒന്നും നിൽക്കാണ്ടാത്ത എയർപോർട്ട്. അവിടെ ക്യൂ നിൽക്കേണ്ട അവസ്ഥ ആർക്കും വരാറില്ല. ഇമിഗ്രേഷനിലെ കാര്യം പറയാം. മൊബൈൽ ലാപ്ടോപ്പ് ഒക്കെ ഭൂരിഭാഗം രാജ്യങ്ങളിൽ ഇപ്പം പുറത്തെടുക്കണ്ട. നമ്മുടെ നാട്ടിൽ ചാർജറും പിന്നെ എയർപോർട്ട് പോലും വേണം പുറത്തെടുത്ത്, വേണമെങ്കിൽ എയർപോർട്ടിനകത്ത് സുനാ വരെ വേണം പുറത്തെടുത്ത് മാറ്റി വെപ്പിക്കുന്ന സിസ്റ്റമാണ് നമ്മുടെ നാട്ടിൽ. കാരണം സിസ്റ്റം എല്ലായിടത്തും സെയിം ആണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർ ട്രെയിനിങ് ഇല്ലാത്തതിൻ്റെയും അല്ലെങ്കിൽ ആ സിസ്റ്റത്തെ വിശ്വസിക്കാത്തതിൻ്റെയും ഉള്ള ഒരു കുഴപ്പമായിരിക്കും അത്. അതിലേക്ക് നമുക്ക് പോകണ്ട. അപ്പോൾ സിംഗപ്പൂർ എയർപോർട്ടിൽ ഇപ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിൽ പോയി കഴിഞ്ഞാൽ എല്ലാ ഗേറ്റ്സ് ആണ് അവിടെ ഗേറ്റ്സ് മാത്രമേ ഉള്ളൂ. എല്ലാ നാഷണാലിറ്റിക്കും ഗേറ്റ്സ് ആയിരിക്കും അവിടെ. അപ്പോൾ ഗേറ്റ് മോണിറ്റർ ചെയ്യാൻ അവിടെ വേറെ ആൾക്കാരുണ്ടാവും. നമ്മൾ ചെല്ലുമ്പോഴെല്ലാം നമ്മൾ ഗേറ്റ് അവർ മോണിറ്റർ ചെയ്യും. എന്തെങ്കിലും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരെ അവർ മാറ്റി നിർത്തിയിട്ട് ഒക്കെ വിടുകയുള്ളൂ. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ പോകുന്നു. അപ്പോൾ ഫാമിലിക്ക് മാത്രമായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഗേറ്റ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ ആ ഗേറ്റിൽ ആദ്യം 1 by 1 ആയിട്ട് ആദ്യം അവൻ ചോദിക്കും എത്ര പേരുണ്ടെന്ന്. 3 എന്ന് പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും 3 പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ പറയും. ആദ്യം അച്ഛൻ്റെ സ്കാൻ ചെയ്യുന്നു, പിന്നെ അമ്മയുടെ സ്കാൻ ചെയ്യുന്നു, പിന്നെ 3ാമത് കുട്ടിയുടെ സ്കാൻ ചെയ്യുന്നു. അത് കഴിയുമ്പോഴത്തേക്കും ഗേറ്റ് തുറക്കും. എന്നിട്ട് അകത്ത് കയറി നിൽക്കാൻ പറയും. അകത്ത് കയറി നിന്ന് 3 പേരും കൂടെ ക്യാമറ നോക്കാൻ പറയും. 3 പേരും കൂടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കും. എന്നിട്ട് ഈ ഗ്രൂപ്പ് ഫോട്ടോ അവൻ്റെ സിസ്റ്റമായിട്ട് മാച്ച് ചെയ്യും, ക്ലിയർ ചെയ്യും, എക്സിറ്റ്. അപ്പൊ നമുക്ക് അവിടെ അപ്പൊ അതിലാകെ ഋഷിയുടെ മാത്രമാണ് അന്ന് ഡിറ്റക്ട് ആവാതെ. കാരണം ഋഷിയുടെ പാസ്പോർട്ട് 6 മാസത്തിൽ എടുത്ത പാസ്പോർട്ട്, അവനിപ്പോ 4 വയസ്സായി. സോ ആ സമയത്ത് അവിടെ നിൽക്കുന്ന ആള് വന്ന് ഒന്ന് വെരിഫൈ ചെയ്യും. അപ്പൊ തന്നെ ആള് തുറന്നിടും. ഫിനിഷ്, ദാറ്റ്സ് ഇറ്റ്, ഡൺ. അപ്പൊ അത്ര അഡ്വാൻസ്ഡ് ആയിട്ട് മാറിയിരിക്കുകയാണ് സിസ്റ്റം. അതേപോലെ നമുക്കിപ്പോൾ പുതിയ ചിപ്പുള്ള പാസ്പോർട്ട് വന്നിട്ടുണ്ട്. നമുക്കിപ്പം ഇന്ത്യ ഇഷ്യൂ ചെയ്ത് തുടങ്ങി. അതായത് നമുക്ക് ബയോമെട്രിക് പാസ്പോർട്ട് എന്ന് പറയും തന്നെ. മാറ്റാൻ പറ്റും, അത് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നെക്സ്റ്റ് ടൈം പുതുക്കുമ്പോൾ എനിക്ക് അതായിരിക്കും കിട്ടുക. ഈ ചിപ്പ് അതായത് അതിന്റെ ഫ്രണ്ടിൽ നമുക്കൊരു ചിപ്പ്, ഒരു മറ്റേ ചിപ്പ് ഉള്ള, നമ്മൾ പണ്ട് 2000 ഓട്ടറങ്ങുമ്പോൾ ചിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇതില്ലായിരുന്നു. അതേപോലെ ശരിക്കും ചിപ്പുള്ള ബയോമെട്രിക്സ് ആയിട്ടുള്ള പാസ്പോർട്ട് വന്നു തുടങ്ങി. എല്ലാ രാജ്യങ്ങൾക്കും വന്നു തുടങ്ങി. അപ്പോൾ ഇന്ത്യൻസിന് ബയോമെട്രിക്സ് ഉള്ള പാസ്പോർട്ട് കിട്ടുകയാണെങ്കിൽ ചില രാജ്യങ്ങളിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് ഗേറ്റ് ആക്സസ് ചെയ്യാം. നമുക്ക് ഇന്തോനേഷ്യ പോകുമ്പോഴത്തേക്കിനും ഇപ്പോൾ നമുക്ക് ബയോമെട്രിക് പാസ്പോർട്ട് ഇല്ലാത്തവർക്ക് പോയി ക്യൂ നിൽക്കണം. ബയോമെട്രിക് പാസ്പോർട്ട് ഉള്ളവർക്ക് ഇന്തോനേഷ്യയിൽ പോലും നമുക്ക് ഗേറ്റ് വഴി പുറത്തിറങ്ങാൻ പറ്റും. അത് ബയോമെട്രിക് പാസ്പോർട്ടിൻ്റെ അഡ്വാൻറ്റേജ്. അങ്ങനെ ചില രാജ്യങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിൽ വരെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. അപ്പോൾ അത് അങ്ങനെ എല്ലാം സിംപ്ലിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബോർഡർ ക്രോസിങ്സും പിന്നെ ഇൻ്റർനാഷണൽ ട്രാവലൊക്കെ, എല്ലാ ട്രാവലും ഫ്ലൈറ്റ് ട്രാവലും എല്ലാം സിംപ്ലിഫൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്യൂച്ചറിൽ പാസ്പോർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറ്റി ചിലപ്പോൾ ഫേസ് ആവും, കാർഡൊക്കെ മാറും. ഫേസും ചെറിയൊരു കാരണം ഫേസ് ആയി എല്ലാം വിസ അല്ലേ, കാർഡ് വേണ്ടല്ലോ. ഇപ്പൊ യു ഗോ ടു ദുബായ്, യു ഡോണ്ട് നീഡ് എ പാസ്പോർട്ട്. നിങ്ങൾ എക്സിറ്റ് ചെയ്യുമ്പോഴും അല്ല, അങ്ങോട്ട് എൻ്റർ ചെയ്യുമ്പോഴത്തേക്കിനും ഫേസ് മാത്രമേ നോക്കുന്നുള്ളൂ. തിരിച്ച് എക്സിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ പാസ്പോർട്ട് സ്കാൻ ചെയ്യേണ്ടി വരുന്നുള്ളൂ. അല്ലാതെ അങ്ങോട്ട് എൻ്റർ വേറൊരു ഇത് വേണം, വിസ വേണം. വിസ വേണം, പാസ്പോർട്ട് വേണ്ട, വിസ വേണം. വേണം അങ്ങനെ അതിപ്പം വിസ ഈ പറഞ്ഞ പോലെ പലതും ഡിജിറ്റലായി. ഇപ്പോൾ UK വിസ ഒഴിവാക്കി ഡിജിറ്റലാവുന്നു, US വിസ ഒഴിവാക്കി ഡിജിറ്റലാകാൻ പോകുന്നു എന്ന് പറയുന്നു. പിന്നെ ഓസ്ട്രേലിയ ഓൾറെഡി ഡിജിറ്റലായി, ന്യൂസിലാൻഡ് ഡിജിറ്റലായി. എല്ലാ വിസാസ് ആണ്, എല്ലാ വിസാസ് ആണ്. അല്ല ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ നമുക്കിപ്പോൾ ട്രാവൽ റെക്കോർഡ് എങ്ങനെ കിട്ടും? അതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ മെസ്സേജ് അയച്ചാൽ, ചേട്ടാ ഞാൻ പുതിയ പാസ്പോർട്ട് എടുത്തായിരുന്നു, ഇന്ത്യയിൽ മറ്റേ ഗേറ്റ് വഴി എക്സിറ്റ് ചെയ്തു, UK വന്നപ്പോൾ അവിടെയും സ്റ്റാമ്പ് ഒന്നുമില്ല ഇപ്പം. അപ്പം പുതിയ പാസ്പോർട്ടാണ്, ഞാൻ UK വന്നിട്ട് 6 മാസമായി, എൻ്റെ കയ്യിൽ പാസ്പോർട്ടിൽ ഒരു സ്റ്റാമ്പ് ഒന്നുമില്ല, ഞാൻ UK പുതിയ
സ്റ്റാമ്പ് ഇല്ലല്ലോ. അത് നമുക്ക് ഇമിഗ്രേഷൻ ഡേറ്റ എല്ലാം നമുക്ക് വെബ്സൈറ്റിൽ നിന്ന് അല്ല, അത് ഇവിടുത്തെ കിട്ടുന്നുണ്ട്. നമുക്ക് ഇവിടെ റെസിഡന്റ് അല്ലേ. പുതിയ വിസക്ക് US വിസക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ട്രാവൽ ഹിസ്റ്ററിക്ക് തെളിവൊന്നും വേണ്ടല്ലോ. പാസ്പോർട്ടിൽ സ്കാൻ ചെയ്താൽ തന്നെ അറിയുമല്ലോ എവിടൊക്കെ പോകുമല്ലോ. കറക്റ്റ് കിട്ടും. പാസ്പോർട്ട് സ്കാൻ ചെയ്ത് പിന്നെ എല്ലാ കൺട്രിയിലും കിട്ടും. ഐ ഗസ് അങ്ങനെയാണല്ലോ ഇവര് വിസ. നിങ്ങളിപ്പം ചൈനയിൽ നിന്ന് അല്ല പോട്ടെ, നിങ്ങൾ എവിടെ ട്രാവൽ ചെയ്യുന്നത്? നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും കൊറിയയിൽ ട്രാവൽ ചെയ്തു. കൊറിയയിൽ ട്രാവൽ സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഒരു 10 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചു, ഷോപ്പിംഗ് ചെയ്തു. നിങ്ങൾ എന്നിട്ട് ആ 10 ലക്ഷം രൂപയുടെ ടാക്സ് റീഫണ്ട് നിങ്ങൾ അവിടെ ക്ലെയിം ചെയ്തു. നിങ്ങൾ എങ്ങോട്ടാണ് നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ, ആ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് ഈ ഇൻഫർമേഷൻ ഓൾറെഡി പാസ്സായിട്ടുണ്ടാവും. ഞാൻ പറയുന്നത് ഈ ഡേറ്റ, ടാക്സ് റീഫണ്ടിന്റെ ഡേറ്റ, നിങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ഇന്ത്യ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് ഓൾറെഡി ആ ഡേറ്റ പാസ് ചെയ്തിട്ടുണ്ടാവും. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഈ 10 ലക്ഷം രൂപയുടെ സാധനങ്ങൾ നിങ്ങളോട് ഡിക്ലെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് നിങ്ങളെ പിടിക്കാം. അപ്പൊ അതേപോലെ ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഡേറ്റയും ഷെയർ ആവുന്നുണ്ടാവാം. നമുക്കറിയില്ല, എനിക്കും അറിയത്തില്ല അതിനെപ്പറ്റി. എനിക്കും അതിനെപ്പറ്റി അറിയില്ല. നമുക്കൊരു റിട്ടയർഡ് ആയ ഒരു ഇമിഗ്രേഷൻ ഓഫീസറെ കിട്ടുകയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ പോഡ്കാസ്റ്റ് ചോദിക്കായിരുന്നു. ചില രാജ്യങ്ങൾ മേ ബി ചിലപ്പോൾ ഇന്ത്യയിൽ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കിട്ടുന്നുണ്ടാവും. നമ്മൾ ഇന്ത്യൻ ആണല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ യുഎയിൽ പോകണമെങ്കിൽ യുഎയിൽ ലിസ്റ്റ് മാത്രമായിരിക്കും, യുഎയിൽ എന്തൊക്കെ വന്നു പോയി എന്നുള്ളത് മാത്രമായിരിക്കും, മറ്റുള്ള കോൺഫിഡൻഷ്യൽ അല്ലേ. അതെ. ബട്ട് ഐ തിങ്ക് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രോബബ്ലി ഈ US വിസ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ they might be knowing full background check. അവര് പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ so for that I think they might have checked our travel history also through the passport this thing. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബർക്ക് മെസ്സേജ് അയച്ചതേ ഉള്ളൂ. ഞാൻ പറഞ്ഞു പുള്ളി US-നെ പറ്റി, ഇറാൻ വാറിൽ US-നെ പറ്റി കാര്യമായിട്ട് നെഗറ്റീവ് അടിച്ചുകൊണ്ട് കുറേ വീഡിയോസ് ഇടുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സൂക്ഷിച്ചോ, നിങ്ങൾ നാളെ US വിസ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ US-ന് പോകാനായിട്ട് ഒരു വിസ അപ്ലൈ ചെയ്യുവാണെങ്കിൽ 100% നിങ്ങളുടെ വിസ റിജക്റ്റ് ആവും. അതുകൊണ്ട് US-നെ പറ്റി പറയുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ഇടുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചോളൂ എന്ന് ഞാനൊരു മെസ്സേജ് പുള്ളിക്ക് പാസ് ചെയ്തു. കാരണം നമ്മുടെ 100% നമ്മുടെ US വിസയിൽ ആകെ അവർ ചോദിക്കുന്നത് എന്താ, നമ്മുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് മാത്രമേ ചോദിക്കുന്നുള്ളൂ, വേറെ ഒന്നും ചോദിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ലോകത്ത് ഇപ്പോൾ കിട്ടാൻ ഏറ്റവും എളുപ്പമുള്ള വിസ US വിസയാണ്, ചീപ്പസ്റ്റ്. 10 കൊല്ലത്തേക്ക് കിട്ടുന്ന ഏറ്റവും ചീപ്പസ്റ്റ് വിസ അതായിരിക്കും. ചെറിയ പൈസയല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് പണ്ടൊക്കെ ആളുകൾ ആധാരം വരെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു US വിസ ഇന്റർവ്യൂവിന്. അസറ്റ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു, ഡെപ്പോസിറ്റ് ഡോക്യുമെന്റ്സ് കൊണ്ടുപോകുമായിരുന്നു. ഇപ്പൊ അവർ എന്ത് ഡോക്യുമെന്റാ ചോദിക്കുന്നത്? അവര് പറഞ്ഞ ഒന്നും കൊണ്ടുവരണ്ടെന്നാ ആക്ച്വലി ഷെയർക്ക് കിട്ടുമെന്ന് എനിക്ക് അറിയായിരുന്നു. കാരണം നമ്മളങ്ങനെ ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്തിരുന്നു പരിപാടികളൊക്കെ. ശരിക്കും അത് എന്താ പറയുക, ഇതാണ് ഇതിനകത്ത് ഒരു ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് UK വിസ എന്ന് പറയുന്നത് പ്യുവർലി അവർ നമ്മൾ കൊടുക്കുന്ന ഡോക്യുമെന്റ്സിനെ വെരിഫൈ ചെയ്തുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് UK വിസ. അത് ശരിക്കും ഒരു റോങ് ഒരു മെത്തേഡാണ്. US വിസ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലൊരു പരിപാടി. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും ചോദിക്കുന്നില്ല, അവർക്കെല്ലാം അറിയാം, ദേ നോ എവറിത്തിങ്. അവർ നമ്മുടെ പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തി, നമ്മുടെ ID ചെക്ക് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് നമ്മളോട് ചെല്ലുമ്പോഴത്തേക്കിനും അവിടെ ഒരു ആൻസർ ഉണ്ട്, ഒരു ഡിസിഷൻ ഉണ്ട്. പിന്നെ അവർ നമ്മളോട് ജസ്റ്റ് പേഴ്സണലി ഒരു ഫൈനൽ 25%-നുള്ള ഒരു ചോദ്യമായിരിക്കും ചോദിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫേസ്ബുക്കും പിന്നെ ഇതൊക്കെ ഡീറ്റെയിലും ആണോ? ഒരുപാട് പേർക്ക് അങ്ങനെ എന്തോ ഫിനാൻസിന്റെ കാര്യം പറഞ്ഞു. അതായത് അതിന് അവർ പറയുന്നൊരു ന്യായമില്ല എന്നുള്ളതാണ്. നമുക്ക് അതായത് നിങ്ങൾ പറയുന്ന തെറ്റാണ്, ഇത് ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാനുള്ള വോയിസ് പോലും തരുന്നില്ല. സ്ട്രെയിറ്റ് എത്ര പൈസയാ നഷ്ടം നമുക്ക്, അവർക്ക് എത്ര പൈസയാ ലാഭം? അതെ, തീർച്ചയായും. ഐ സ്റ്റിൽ റിമെമ്പർ ഞാൻ 2 അപ്ലൈ ചെയ്തപ്പോൾ തന്നെ I almost 1 lakh rupees ആയി രണ്ടുപേർ. 50,000 rupees ആണ് ഞാൻ പേ ചെയ്തത്. നിങ്ങൾ രണ്ടുപേരും 2 പ്രാവശ്യമല്ലേ ഞാൻ അപ്ലൈ ചെയ്തത്. 2 പ്രാവശ്യം 50-50 എന്ന് വെച്ചാൽ അതിൽ 1 lakh പോയില്ല അവിടെ. ഈ എനിക്ക് 2 തവണ കാനഡ വിസ റിജക്ഷൻ ആയതല്ലേ. എന്നിട്ട് ഇപ്പൊ US വിസ കിട്ടി കഴിഞ്ഞ് കാനഡ കൊടുത്തപ്പോഴത്തേക്കിനും ഓക്കെ പിടിച്ചോ. അതായത് പണ്ട് ഡോക്യുമെന്റ്സ് എല്ലാം കൊടുത്തിട്ടാണ് കാനഡ വിസ റിജക്ട് ആയത്. കാനഡ കുറച്ച് സ്ലോ ആണ്. അല്ല, കാനഡ സ്ലോ ആണ്. പക്ഷെ US വിസ കിട്ടി കഴിഞ്ഞ് CAN+ കാറ്റഗറിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും റെഡി, അഗ്രീഡ്. ഗോൾഡൻ വിസ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ചെയ്തില്ല. നമ്മള് വി ആർ സെറ്റിൽഡ് ഇൻ ഇന്ത്യ.
വി ഡോൺ എന്താ പറയുക പ്ലാൻ ടു മൈഗ്രേറ്റ് ടു എനി അതർ കൺട്രീസ്. ഞങ്ങൾക്ക് അങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു രാജ്യം ഇന്ത്യ ആയതുകൊണ്ടും ഇതിപ്പോ ട്രാവൽ പേർപ്പസിനാണ് US എടുത്തിരിക്കുന്നത്. ബട്ട് വൺസ് നമ്മുടെ പാസ്പോർട്ടിൽ ഒരു യൂസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഒരു വലിയൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. കുറേ രാജ്യങ്ങൾ കവർ ആകും എന്നുള്ളതല്ല, അതൊരു വലിയൊരു ആഡ് ഓൺ അഡ്വാൻറ്റേജ് ആണ്. യൂസ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. ലൈക്ക് നമ്മുടെ ഒരു പാസ്പോർട്ടിന് ഒരു റാങ്കിങ് ഉണ്ടല്ലോ. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ ദിവസം അതിൻ്റെ അഞ്ച് റാങ്കിങ് കൂടി. ഇന്ത്യൻ 5 റാങ്കിങ് പ്ലസ് ആയി ഇപ്പം. പ്ലസ് ആയി കഴിഞ്ഞാൽ അല്ല കൂടി, അങ്ങനെയല്ല, റാങ്കിങ് കൂടി, റാങ്കിങ് കൂടി ബെറ്ററായി, മെച്ചപ്പെട്ടു. അപ്പോൾ ഈ റാങ്കിങ് മെച്ചപ്പെടുന്നതിനോടൊപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് നമ്മുടെ റാങ്കിങ് ഒരു 50 ആണെങ്കിൽ അല്ലെ 60 ആണെങ്കിൽ യൂസേജ് ഉണ്ടെങ്കിൽ നമ്മുടെ റാങ്കിങ് ചിലപ്പോൾ 20 ആയി മാറും. നമ്മുടെ പാസ്പോർട്ടിന്റെ റാങ്കിങ്, പേഴ്സണൽ റാങ്കിങ് രീതിയിലാണല്ലോ. അതെ, പേഴ്സണൽ. അപ്പോൾ സോ ഇറ്റ്സ് ഈസി. ഇനി പറഞ്ഞത് നമുക്ക് ഈ പറഞ്ഞ പോലെ പണ്ട് എത്ര സ്ഥലത്ത് നമ്മൾ ഇമിഗ്രേഷനിൽ പല സ്ഥലത്ത് എന്തോ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല കേട്ടോ. അത് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലായല്ലോ എന്താ ചെയ്യേണ്ടി. അതല്ല, അത് അവർക്ക് അറിയാമല്ലോ. ഇപ്പോൾ സുജിത് ഭായി അത്രയും ട്രാവൽ ചെയ്തു, പക്ഷെ എല്ലാവർക്കും അതുപോലെയാണെന്ന് ചിന്തിക്കും. പക്ഷെ പല രാജ്യങ്ങളും ഇപ്പോൾ യൂറോപ്പിലെ പല രാജ്യങ്ങളും ബംഗ്ലാദേശ്, ശ്രീലങ്ക അവർക്കൊന്നും വിസ കൊടുക്കാതായി. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നിട്ട് കാലായി. ഇന്നലെ തുറന്നാണല്ലോ നിങ്ങൾ തുറന്നു. അഞ്ഞായിട്ട് സ്റ്റോറിയൊക്കെ നിങ്ങൾ റീഷെയർ ചെയ്തായിരുന്നല്ലോ. ചുമ്മാ ഡയലോഗ് അടിക്കുക, റെക്കോർഡിംഗ് ആണോ? ഞങ്ങൾ റീൽ ഇട്ടോണ്ടിരിക്കുക, സ്റ്റോറി ഇട്ടോണ്ടിരിക്കുകയാണ്. അന്നേരം വെറുതെ ഡയലോഗ് അടിക്കുക. ഇൻസ്റ്റാഗ്രാമൊക്കെ തുറന്നിട്ട് ഇത് ശരിക്കും ഇത് നമ്മുടെ കോൺവെർസേഷൻസ് ഒക്കെ അൺകട്ട് ക്യാമറയ്ക്ക് പുറകിലുള്ള സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതായിരിക്കും കോടിയായിട്ടുണ്ടാവുക. പഴയ റഷ്യൻ ട്രിപ്പ് ഒക്കെ അല്ലേ? അതെ, ആ ക്യാബിനില്ലേ നമ്മളെ 4 പേര് എത്ര ദിവസം ആയിരുന്നേ? ഒരാഴ്ച. ആ ഒരാഴ്ച മറ്റേ ബിഗ് ബോസിലെ പോലെ 4 സൈഡിൽ നിന്ന് ക്യാമറ എടുത്തിട്ട് ട്രിപ്പ്, ആ ട്രിപ്പ് പോഡ്കാസ്റ്റ് ലൈവായിട്ട് എൻജോയ്മെന്റ്. ഇപ്പൊ ആലോചിക്കുമ്പോ ഏറ്റവും എന്റർടൈൻമെന്റ് ഉള്ള സംഭവം. ശരി, നമ്മൾ ചെയ്ത ട്രിപ്പിൽ ഏറ്റവും ബെസ്റ്റ് ട്രിപ്പ് അതായിരുന്നു, സൈബീരിയൻ യാത്ര. പക്ഷെ അത് ഫസ്റ്റ് ദിവസം 2 TTR ഉണ്ട്. ഒരാൾ പകല് വരും, ഒരാൾ രാത്രി വരും. 2 അലമ്പ് ചവിട്ട്. നമ്മള് TTR അതല്ല, TTR നമ്മള് അപ്പുറത്തെ കിടന്നുറങ്ങും അവര്. അത് ഓർമ്മ ഉണ്ടോ? സംസാരിച്ചിട്ട് ശരിക്കും ചവിട്ട. 1 മിനിറ്റ് മിണ്ടായിരിക്കട്ടെ, ഞാൻ പറയട്ടെ. അപ്പൊ ഇത് ചവിട്ട അല്ല, സുസ്ബായിക്ക് ഓർമ്മ ഉണ്ടോ? അവര് ചവിട്ടുക, ഞങ്ങള് പിറ്റേ ദിവസം എല്ലാരും കമ്പനിയായി. ആദ്യ ദിവസം ഫുൾ അലമ്പായിരുന്നു, 2 TTR. പിന്നെ ആ വീഡിയോ അല്ല ഇവര് റഷ്യൻ റെയിൽവേ പോസ്റ്റ് ചെയ്തല്ലോ, അവരെ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലായിരുന്നു. ശരിക്കും നമ്പർ 20 മദ്രാസ് മെയിൽ ഡിറ്റോ കോപ്പി ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക്, അതിന്റെ അപ്പുറമായിരുന്നു. കോമഡി എന്തൊക്കെയായിരുന്നു. മലപ്പുറങ്ങത്തെ അയ്യോ, അത് അന്ന് കുറച്ചൊക്കെ ബോറടിച്ചിരുന്നു. ഇപ്പൊ ഭയങ്കര രസമായിരുന്നു ആലോചിക്കുമ്പോ. ശരിക്കും ആ സമയത്ത് നമ്മൾ എനിക്കൊന്നും സൈബീരിയൻ യാത്രകളൊന്നും ആ സമയത്തൊന്നും ആരും വീഡിയോ ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. എനിക്കൊന്നും മലയാളത്തിൽ തന്നെ ചൈനയുടെ ഫസ്റ്റ് വീഡിയോസ് ചെയ്തത് നമ്മളല്ലേ? ട്രാവൽ ചെയ്തിട്ട് ചൈന എന്നുള്ള വീഡിയോസ് ഒക്കെ ചെയ്തത് ഈ സ്റ്റൈല് ആ സമയത്ത് നമ്മളല്ലേ മുന്നേ പോയിട്ടുണ്ട്. പോയിട്ടുണ്ട്. ഓക്കെ, വ്ളോഗ് ആയിട്ട് ചെയ്തത് നമ്മളല്ലേ? നമ്മൾ UK 35 days ക്യാരവൻ മോട്ടോർ ഹോം എടുത്ത് കറങ്ങി. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ ശരിക്കും. ഇതൊക്കെ ഒരു കാലം. അതുകൊണ്ടാണ് കേസ് ഞാൻ പറയുന്നത്, ഞാൻ 1-ാം ഭാര്യയും ഇവർ 2 പേരും 3-2 ഭാര്യമാരാണ്. എന്നെ വിളിക്കുന്നതിനെക്കാട്ടി കൂടുതൽ ഇങ്ങനെ അവർ 2 പേരെ വിളിക്കുന്നത്. നിങ്ങൾക്ക് അറിയോ അത്? അതെ, അത് ശ്വേത കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കിടന്നുറങ്ങിയിട്ടുള്ളത് സഹീർ ഭായി ആയിട്ടും ഫാസിൽ ബ്രോയും ആയിട്ടുമാണ് യാത്രകൾക്കിടയിൽ, അല്ലേ? അല്ല, ഇപ്പൊ ഒരു സുഖണ്ട് കിടന്നുറങ്ങാണ്. പണ്ടെന്ന് പറയാ ഈ വീഡിയോ ഒക്കെ രാവിലെ തുടങ്ങിയിട്ട് എഡിറ്റിംഗ് മാറ്റിയല്ലോ. അതുവരെ എന്താ പറയുക, ഇതെല്ലാം കഴിഞ്ഞ് 12 മണിക്ക് റൂമിൽ വരും, പിന്നെ എഡിറ്റിംഗ് ആണ് 3 മണിക്ക്. എനിക്ക് ഉറങ്ങാൻ പറ്റൂല. ഇപ്പൊ അതും ഇല്ലല്ലോ. ഇപ്പൊ സുഖമായി രാത്രി കിടന്നുറങ്ങാം. പണ്ട് ശരിക്കും എഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു വലിയൊരു കടമയുണ്ടായിരുന്നു. നമ്മള് ഇപ്പൊ എഡിറ്റ് ചെയ്യാൻ നമുക്ക് 2 ആൾക്കാരുള്ളത് കൊണ്ട് എഡിറ്റിംഗ് വളരെ ഫാസ്റ്റായിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് നമ്മളെക്കാട്ടി ബെറ്റർ ആയിട്ട് അവർ ചെയ്യുന്നുണ്ട്. പ്രശാന്തൊക്കെ ഇപ്പൊ അടിപൊളി എഡിറ്റ് ചെയ്യുന്നുണ്ട്. പ്രശാന്തൊക്കെ ഇപ്പൊ പ്രോ ലെവൽ എഡിറ്ററാണ്. എഡിറ്റിംഗ് വല്ല സിനിമയ്ക്കും പോവോ? വല്ല സിനിമയ്ക്കും പോവോ? ഒന്നുമില്ല, പോവായിരിക്കും. ഇപ്പൊ ഇങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത യാത്ര ഏതാണ്?
പിന്നെ എൻജോയ് ചെയ്തത് ഇത് രണ്ടാണ് നമ്മള് അല്ലേ റഷ്യ, ചൈന പിന്നെ റഷ്യ നമ്മള് പിന്നെ വേറെ ഓർമ്മയില്ല. റഷ്യ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോകാറില്ല. നമ്മുടെ രാജുവേട്ടന്റെ റെസ്റ്റോറന്റിൽ പോയത് ഓർമ്മയില്ല. അതെ അതെ റഷ്യ ഗംഭീര സംഭവങ്ങളൊക്കെയാണ്. ഇത് അൺഫിൽറ്റേർഡ് പോഡ്കാസ്റ്റ് അല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് പല കാര്യങ്ങളും ഫിൽറ്റേർഡ് ആണ്. ഡ്രൈവ് ചെയ്ത് പോയത് ഓർമ്മയില്ല, ഇവാനോ ടു ക്രാസ്നോദാർ. അയ്യോ അത് ഭയങ്കര ഡ്രൈവ് ആയിരുന്നു. നോൺ സ്റ്റോപ്പ് നമ്മൾ 21 hours ഡ്രൈവ് ചെയ്തു, നോൺ സ്റ്റോപ്പ്. 160 170 എന്ന് പറഞ്ഞുകൊണ്ട് പോയി 10-25,000 ഫൈനും കിട്ടി ഇല്ലേ? ഒരു കുഴപ്പമില്ല, വിട്ടോന്ന് പറഞ്ഞു ഷഫാഫിലെ. ഷഫാഫ് വിട്ടോ 130 ലിമിറ്റ്, 150 വരെ പോവാന്ന്. ഞാൻ അതേപോലെ കഴിഞ്ഞ ദിവസം ഓസ്ട്രേലിയയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് 130 ആണ് ഫുൾ ലിമിറ്റ്. 130 എന്ത് റോഡാണ്, പറപ്പിക്കുകയാണല്ലേ. റേഞ്ചർ ഉണ്ട്, റേഞ്ചർ കിട്ടി. 2 മണിക്കൂറൊക്കെ ശരിക്കും നോൺ സ്റ്റോപ്പ് നമുക്ക് ക്രൂസ് കൺട്രോൾ ഇട്ടിട്ട് പോവാം. അത്രയ്ക്ക് വിജനമായിട്ടുള്ള വഴികളാണ്. ഇങ്ങനെ രസമായിരുന്നു. ജസ്റ്റ് നൈസ്. ഓസ്ട്രേലിയ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നമുക്കിനി അന്റാർട്ടിക്ക പോകണം, അതാണ് നമ്മുടെ നെക്സ്റ്റ് ഒരു ചലഞ്ച് എന്ന് പറയുന്നത്. അന്റാർട്ടിക്ക പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് ആണ്. ആരൊക്കെ പോയിട്ടുണ്ടല്ലേ? പോയിട്ടുണ്ട്. എക്സ്പെൻസീവ് ആണ്. ഈ പറഞ്ഞ പോലെ നല്ലൊരു തുകയാവും. അപ്പോൾ നമുക്കങ്ങനെ നമ്മുടെ സ്പോൺസർ നമ്മൾ തന്നെ ആയതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് എല്ലാവർക്കും കൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കോസ്റ്റ് കുറയ്ക്കാം, ഇൻഡിവിജ്വൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നിങ്ങൾ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ നല്ല എക്സ്പെൻസ് ആവും. 2 പേരാണെങ്കിൽ നമുക്കത് ഷെയറിങ് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നോക്കിയിട്ടില്ല, വിന്ററിലായിരിക്കും അല്ലേ? വിന്ററിലായിരിക്കില്ലേ? മഞ്ഞ് ഉരുകുന്ന സമയത്ത് പോയിട്ട് കാര്യമില്ല. തണുപ്പത്തെ ജാക്കറ്റ് ഒക്കെ ഇട്ട് അത്രയൊക്കെ വരുമോ? നല്ല നടത്താൻ പോണ്ട് അവിടെ. ഞാനത്തില്ല, അത്രയൊക്കെ വരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഒരുമാതിരി തണുപ്പ്. ഡിസംബറിലാണ് ആൾക്കാർ കൂടുതലും പോവാറെന്ന് തോന്നുന്നു. നവംബർ ഡിസംബർ ആ ഒരു ടൈമിലാണ്. പിന്നെ ശരിക്കും കുറച്ചും കൂടെ ആരും ചെയ്യാത്ത രീതിയിൽ അന്റാർട്ടിക്ക പോകണമെന്നുണ്ടെങ്കിൽ ഫ്ലൈ ചെയ്ത് പോവാം. പ്ലാനൊക്കെ നമ്മൾ ഈ പോഡ്കാസ്റ്റ് കൊണ്ട് നാളെ ആളുകൾ പോകില്ലേ? ഭയങ്കര ഭയങ്കര പോവല്ല, ഫ്ലൈ ചെയ്തൊന്നും ആരും പോവല്ല. അമ്മാതിരി കാശാ. പിന്നെ 50 ലക്ഷം രൂപ ഒരാൾക്ക് പോകണമെങ്കിൽ അതൊക്കെ പോയി കാശൊന്നും 10-15 ലക്ഷം ആവും. എവിടെ ഫ്ലൈ ചെയ്ത് പോകണമെങ്കിലോ? ഫ്ലൈ ചെയ്ത് എനിക്ക് അറിയത്തില്ല. പക്ഷെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുന്ന വീഡിയോ എടുക്കാൻ പോവില്ല, മുതലാവില്ല. നമുക്ക് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് വേണ്ടേ? വീഡിയോ എടുക്കാൻ ട്രാവൽ ചെയ്യാൻ പോവേണ്ട സ്ഥലമാണ് അത്. അതെ, ഒരു വൺസ് ഇൻ എ ലൈഫിൽ ട്രാവൽ ചെയ്യുന്ന സ്ഥലം. നമുക്ക് ഹിച്ച് ഹൈക്ക് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമല്ലല്ലോ. ചെലവല്ലേ, എക്സ്പെൻസീവ്. 10-15 ലക്ഷം മതി എന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. സാധാ നോർമൽ കപ്പൽ യാത്രക്ക്. പക്ഷെ കപ്പൽ യാത്രയാണ് രസം എന്നാണ് ആൾക്കാർ പറയുന്നത്. Can you imagine flying to Antarctica? അന്റാർട്ടിക്കയിലെ ആ മഞ്ഞ് കിടക്കുന്ന റൺവേയുടെ മേളിൽ വിമാനം പോയി ലാൻഡ് ചെയ്ത് ഇറങ്ങി അവിടെ നിന്ന് ഹെലികോപ്റ്ററിലും ബാക്കിയുള്ള രീതിയിലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. അത് ലക്ഷറി സാധനമായിരിക്കും. അത് താങ്ങൂല, നിൽക്കൂല, അത്ര എക്സ്പെൻസീവാണ്. പിന്നെ എൻ്റെ ഒരു എനിക്ക് പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലം അലാസ്ക, US കാനഡയുടെ മേളിൽ അപ്പുറത്തുള്ള സ്ഥലം. അലാസ്ക പോകണമെന്ന് ആഗ്രഹമുണ്ട്. US പോയിട്ടൊരു ക്യാമറമാനൊക്കെ എടുത്തി. റഷ്യ, കാനഡ. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം ഇന്ത്യ ടു ലണ്ടൻ ഡ്രൈവ്. നമ്മൾ ആ KLTK ട്രിപ്പ് പോയ റൂട്ടിൽ കൂടെ ഡ്രൈവ് ചെയ്ത് പോകണം. ഇപ്പൊ പോകാൻ പറ്റിയ സമയമാണ്. ഇപ്പൊ എന്താ ഇപ്പൊ പോകുന്ന ബുദ്ധിമുട്ടില്ല, ഒരു പ്രശ്നമില്ല. ആ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല. എന്താ പ്രശ്നമുള്ളത്? ഇവിടുന്ന് നേരെ ചൈന കയറി, ചൈനയിൽ നിന്ന് നേരെ സെൻട്രൽ ഏഷ്യ കയറുന്നു, അവിടെ നിന്ന് റഷ്യ കയറുന്നു, റഷ്യ വഴി യൂറോപ്പിൽ കയറി. പിന്നെ ഏത് വഴി ഉദ്ദേശിച്ചു? നമ്മൾ ആകെ കസാക്കിസ്ഥാൻ വഴി, കസാക്കിസ്ഥാൻ മാത്രം കയറിയാൽ മതി. ചൈനയിൽ നിന്ന് കസാക്കിസ്ഥാൻ കയറുന്നു, കസാക്കിസ്ഥാനിൽ നിന്ന് റഷ്യ കയറുന്നു, റഷ്യയിൽ നിന്ന് ജോർജിയ പോലും കയറണ്ട, റഷ്യയിൽ നിന്ന് വേണം ഫിൻലാൻഡിൽ പോയി ഇറങ്ങാം. ജോർജിയ പോലും വരണ്ട, തുർക്കി ഒന്നും പോകണ്ട, റഷ്യയിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഫിൻലാൻഡിൽ പോയി ഇറങ്ങാം. അപ്പുറത്ത് സിമ്പിളാണ്, മീൻസ് ഡൂവബിൾ. ഇവിടുന്ന് സിംഗപ്പൂർ വരെ ഡ്രൈവ് ചെയ്യുന്നതിലും ചിലവ് കുറവായിരിക്കും ലണ്ടൻ പോകാൻ. ഞാൻ ഉദ്ദേശിച്ചത് മറ്റേ വഴിയാണ്. ഏത് വഴി? ഇറാൻ വഴി. ഇങ്ങനെ പാകിസ്ഥാൻ വഴിയല്ല ഇറാൻ പോകാൻ പറ്റുള്ളൂ. ഇവിടുന്ന് കൊച്ചി ടു ലണ്ടൻ എന്നും പറഞ്ഞുകൊണ്ട് സിമ്പിളായിട്ട് പറയാം. ഇവിടുന്ന് കൊച്ചി ടു ലണ്ടൻ എന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവ് ചെയ്ത് പോയത് അന്ന് മറ്റേ ബൈജു ചേട്ടനും പിന്നെ മറ്റേ സുരേഷ് ജോസഫും കൂടെ ലാൽ ജോസൊക്കെ പോയ ആ ട്രിപ്പാണ്. അതിനുശേഷം എത്ര ആളുകൾ ടിബറ്റ് വഴി കൊച്ചി ടു ലണ്ടൻ പോയി?
മല്ലു ട്രാവലർ ബൈക്കും കൊണ്ട് പോയി. പക്ഷെ മല്ലു ഇവിടുന്ന് നേപ്പാളിൽ പോയിട്ട് നേപ്പാളിൽ നിന്ന് ദുബായിക്ക് ഫ്ലൈ ചെയ്ത് കപ്പലിൽ ഫ്ലൈറ്റിൽ ബൈക്ക് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് ഇറാൻ വഴിയൊക്കെയാണ് അവൻ പോയത്. ശരിക്കും നമ്മൾ നോർത്തിൽ നിന്ന് കുറേ ട്രിപ്പ് പോകുന്നുണ്ട് അല്ലേ? നോർത്തിൽ നിന്ന് കുറേ ആൾക്കാർ പോകുന്നുണ്ട്. യെസ്, അത് ശരിക്കും ആ ടിബറ്റ് വഴി പോകാന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. ഏകദേശം 3-4 ലക്ഷം രൂപ ആണ് ടിബറ്റ് വഴി പോകണമെങ്കിൽ തന്നെ. അത് വലിയൊരു എക്സ്പെൻസീവും ചലഞ്ചിങ് ആയിട്ടുള്ള സംഭവമാണ്. അതുകൊണ്ട് എത്ര ആൾക്കാർ അങ്ങനെ ഡ്രൈവ് ചെയ്ത് ഇവിടെ നിന്ന് കറക്റ്റ് പോയി എന്നുള്ളത്. ഇപ്പം ഞാനന്ന് KLTV ട്രിപ്പ് പോയതല്ലേ, ഞാൻ കംപ്ലീറ്റ് ലാൻഡ് ബോർഡേഴ്സും ക്രോസ് ചെയ്ത് തന്നെയല്ലേ പോയത്. ഇടയ്ക്കിടയ്ക്ക് നാട്ടിൽ വന്നു എന്ന് പലരും പറയും, പക്ഷേ ഡസൻ മാറ്റർ. ഞാൻ ഒരു രാജ്യം സ്കിപ്പ് ചെയ്തിട്ടില്ല, ഒരു ലാൻഡ് ബോർഡറും ഞാൻ ക്രോസ് ചെയ്യാതെ പോയിട്ടില്ല. എല്ലാ ലാൻഡ് ബോർഡേഴ്സും ഞാൻ തന്നെ ക്രോസ് ചെയ്താണ് പോയത്. റൂട്ട് കിട്ടില്ല, ഷേതയ്ക്ക് റൂട്ട് കിട്ടില്ല. ഇറാൻ വഴി ഏതാ പറഞ്ഞ എങ്ങനെ പറഞ്ഞേ? ഞാൻ കാണിക്കണ്ട, പറഞ്ഞാൽ മതി, പറ. ഇടയ്ക്ക് ജോഗ്രഫി എത്തിപ്പോയതാ, കുഴപ്പമില്ല. അല്ല, അശ്വത് പറഞ്ഞ വഴി എന്ന് പറയുമ്പോൾ കറങ്ങി ഇങ്ങനെ അഫ്ഗാനിസ്ഥാൻ ഇറാൻ വഴി, അത് GCC പോകുമ്പോഴല്ലേ? GCC പോകുമ്പോഴാണ് നമുക്ക് പറ്റും. നമുക്ക് ആ വഴി പോയാൽ എന്താ, ഉസ്ബെക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കസാഖിസ്ഥാൻ വേണമെങ്കിൽ കസാഖിസ്ഥാനിൽ നിന്ന് ഇങ്ങോട്ട് കയറാം. ശരിക്കും പറഞ്ഞാൽ ലണ്ടൻ അല്ല, ലണ്ടൻ എൻഡ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ശരിക്കും ലണ്ടനിൽ വേണേൽ ഫർദർ വീണ്ടും പോവാം. നമുക്ക് ആഫ്രിക്ക പോവാം. ആഫ്രിക്ക പോയി കഴിഞ്ഞാൽ 53 കൺട്രീസ് ആണ്. മൊറോക്കോയിൽ കയറിയിട്ട് ആഫ്രിക്ക കറങ്ങാം. പിന്നെ അവിടുത്തെ ഈ റിസ്ക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഡൂവബിൾ. അപ്പോൾ അങ്ങനെ ഷെയർ പോയി ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു ടോപ്പിക്ക് പറഞ്ഞോളം നിർത്തിയായിരുന്നു. അതായത് ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്ക് സ്റ്റുഡന്റ് വിസ നിർത്തിയതല്ലേ? UK. ഏത് രാജ്യങ്ങൾക്കുള്ള? അത് അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാറും സുഡാൻ. കാമറൂൺ ഉണ്ട്. അതെ, അഫ്ഗാനിസ്ഥാൻ, കാമറൂൺ, മ്യാൻമാർ ആൻഡ് സുഡാൻ. ഈ 4 രാജ്യങ്ങളിൽ നിന്നുള്ള സ്റ്റുഡന്റ് വിസ നിർത്തല. എന്താ അവരങ്ങനെ ചെയ്യാൻ കാരണം? അത് ഇവര് സ്റ്റുഡന്റ് ആയിട്ട് വരുന്നു, അവിടെ UK എത്തിയതിനു ശേഷം അസൈലം അപ്ലൈ ചെയ്യുന്നു. ഓക്കെ. പക്ഷെ ജോബ് വിസക്ക് പോകാം, സ്റ്റുഡന്റ് വിസ മാത്രം നിർത്തലാക്കിയിട്ടുള്ളത്. ശരിക്കും അസൈലം എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഈ മലയാളികൾ എത്ര രാജ്യത്ത് അസൈലം സീക്കേഴ്സായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അറിയോ? അസൈലം സീക്കേഴ്സിനേക്കാൾ ഉപരി അവർ ടൂറിസ്റ്റ് വിസയിൽ പോയി തിരിച്ചു വരാത്തവരായിരിക്കും. അസൈലം സബ്മിറ്റ് നിൽക്കാന്ന് എന്നോട് പറഞ്ഞ എത്ര ആൾക്കാരുടെ സ്ഥലം കൊണ്ടെന്ന് അറിയോ? അത് എനിക്കറിയില്ല. അത് പറഞ്ഞ പോലെ പല റീസൺസ് ആയിരിക്കാം അല്ലേ? എനിക്കറിയില്ല. പിന്നെ ചൈനയിൽ എന്താ പുതിയ കാര്യങ്ങളൊക്കെ? ഷീ സുഖമായിട്ടിരിക്കുന്നോ? ഷി ജിൻപിങ് അത്രയും ഡെവലപ്പ് ചെയ്തില്ലേ? മാവോ തുടക്കം വെച്ചു, ബാക്കി പുള്ളി കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോഴുള്ള എല്ലാ ലീഡേഴ്സും ഒന്നിച്ച് പഠിച്ചാന്ന് തോന്നുന്നല്ലേ? ഒരേ സ്വഭാവം. അതല്ല, അത് ഇപ്പൊ ഷീ എന്ന് പറഞ്ഞ ഒരു അത്രയും സീരിയസ് പേഴ്സൺ ആണ്. ഒരു കോളേജിലെ ബാക്ക് ബെഞ്ചേഴ്സ് ആണ്. പുള്ളിനൊരു വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ലൂസ് ടോക്കോ വേറെ കാര്യങ്ങളുണ്ടാവും. ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു വീഡിയോ. ഇവരുടെ HOD ആണെന്ന് തോന്നുന്നു, മറ്റേ കിം ജോൺ അല്ലേ? അയാളൊരു സൈഡിൽ മാറി മിണ്ടാണ്ടിരിക്കുക. എന്നെ ആരെങ്കിലും ഒന്ന് ചെറിയ വായെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നമ്മൾ ഈ മീഡിയ കാണുന്നു എല്ലാം സത്യമൊന്നും പറയാൻ പറ്റില്ല. എന്താണ് അവിടുത്തെ നമ്മൾ അനുഭവിച്ചല്ല പഠിക്കുക. നമ്മളവിടെ പോയിട്ടില്ല. നമ്മൾ പോയ രാജ്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നോർത്ത് കൊറിയയിൽ നമ്മൾ പോയാൽ നമുക്ക് പറയാം എന്താണെന്നുള്ളത്. അല്ല, സത്യമല്ലേ? ഇപ്പം നമ്മൾ ചൈന, ഞാൻ പണ്ട് ന്യൂസ് പേപ്പറിൽ വരുന്നതാണോ ചൈന? ഞാൻ ജീവിച്ചിട്ട് ഞാൻ ഒരുപാട് രാജ്യങ്ങൾ പോയി. എനിക്കവിടെ ഏറ്റവും സേഫസ്റ്റാണ്. എല്ലാം കൊണ്ടും എനിക്ക് ഫീൽ ചെയ്തു ഏറ്റവും സേഫ് ഒരു കൺട്രിയാണ് ചൈന. പക്ഷേ ന്യൂസ് പേപ്പറിൽ എന്തെല്ലാം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. അന്ന് കോവിഡ് വന്നിട്ട് ഞാൻ തിരിച്ചു പോയി. ആ സമയത്തോടെ ലോക്ക്ഡൗൺ ആയി. ഏകദേശം 140 കോടി ജനങ്ങൾ മുകളിലുണ്ട്. എനിക്ക് പോലും ഒരു ദിവസം ഫുഡ് കൊണ്ടുവന്നൊരു 3000-4000 രൂപേൻ്റെ ഫുഡ് ഗവൺമെൻറ് ഫ്രീ തരാണ്. ഞാൻ ഈ ഫുഡെല്ലാം കൂടെ അവർ എല്ലാ വെജിറ്റബിൾസ് തരുന്നു, മീറ്റ് തരുന്നു, മിൽക്ക് തരുന്നു, ഫ്രൂട്ട്സ് തരുന്നു. 2 days വരുമ്പോൾ കിറ്റ് വരും. ഈ കിറ്റെല്ലാം കൂടെ ഞാൻ ആ 1 month ക്വാറൻറ്റൈൻ കഴിഞ്ഞപ്പോൾ ഒരു ഗുഡ്സ് വിളിച്ചിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാഫിന് കൊടുത്തത്. അത്രയും ഫുഡ് 1 month എനിക്ക് കൊണ്ടുവന്നു ഫ്രീ ആയിട്ട്. അത് ചോദിക്കൊന്നും വേണ്ട, ആ ടൈം ആകുമ്പോൾ അവിടെ എത്തും. പിന്നെ നമ്മൾ ഇവിടെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാമെന്ന് കൂട്ടിക്കോളൂ. നമ്മൾ ഒരുപാട് യാത്ര സുഖമായി ചെയ്തു. നമ്മൾ അലാം വെച്ചിട്ടാണ് അവിടെ സ്റ്റോപ്പ് വെക്കൽ. ഇവിടെ അലാം വെച്ചിട്ട് സ്റ്റോപ്പ് വെക്കാൻ പറ്റും. ഏത് നമ്മൾ 3 മണിക്ക് എത്തുമെന്ന് പറഞ്ഞു. ഞാൻ 2:45 അല്ലെങ്കിൽ ഒരു 2:55 അലാം വെച്ചിട്ടാണ് സ്റ്റോപ്പിൽ ഇറങ്ങുക. ഇവിടെ ഒരു ട്രെയിനിൽ നിങ്ങൾക്ക്
2:55 അവിടെ ഇറങ്ങാമെന്ന് വെച്ചിട്ട് അലാം വെച്ചിട്ട് നീറ്റ് ഞങ്ങൾ ഇറങ്ങാൻ പറ്റും. വന്ദേ ഭാരത് പറ്റും. എനിക്കറിയില്ല. വന്ദേ ഭാരതൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമിനൊക്കെ ഓടുന്ന വണ്ടിയാണ്. അല്ല ഞാൻ പറയാം, ഭയങ്കര പഞ്ച്വലാണല്ലേ. അല്ല നല്ല കാര്യം. അതെ, അത് ഫസ്റ്റ് നമ്മൾ റെഡിയാക്കുന്ന ടൈമിംഗ് ആണ്, എന്നിട്ടാണ് പുതിയ ട്രെയിനുകൾ കൊണ്ടുവരുന്നത്. ആ കറക്റ്റ് ടൈമിൽ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് പ്രോജക്റ്റ് പറ്റുള്ളൂ. പങ്ക്ച്വാലിറ്റി ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളത് ജപ്പാനിലാണ്. ജാപ്പനീസ് പ്രസിഷൻ എന്ന് പറയുന്നല്ലോ. പക്ഷെ അവർ ജപ്പാനെ കോപ്പി അടിച്ച് പഠിച്ചതാ. മംഗോളിയൻസ് ആ കാര്യത്തിൽ വളരെ പഞ്ച്വലാണ്. നമ്മളെന്തായാലും ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പം ഫാസ്റ്റ് ട്രെയിൻസ്, ബുള്ളറ്റ് ട്രെയിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണല്ലോ. അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു 2026, 2027 അടുത്ത വർഷത്തേക്ക് തന്നെ അത് ഇനോഗ്രേറ്റ് ചെയ്യാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ ആളുകൾ ജപ്പാനിലിപ്പം ലോക്കോ പൈലറ്റ് ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ജപ്പാനിൽ നിന്നിട്ട് അവരുടെ നേതൃത്വത്തിൽ ജപ്പാൻ ടെക്നോളജീസ് ആണല്ലോ നമ്മളിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. ആക്ച്വലി ജപ്പാനും ചൈനയും ഉണ്ടായിരുന്നുണ്ടെങ്കിലും ജാപ്പനീസ് ടെക്നോളജിയാണ് ഇന്ത്യയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഡ്വാൻസ്ഡ് ആണ്. അത് മാത്രമല്ല, ആ സമയത്ത് ജപ്പാനും ചൈനയുമായിട്ട് ഇന്ത്യ അത്ര ടേംസ് ആയില്ലായിരുന്നു ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്. ഇപ്പോഴായിരുന്നെങ്കിൽ ചിലപ്പം ചൈനയുടെ ടെക്നോളജി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ. അതെ, അപ്പം ജാപ്പനീസ് ടെക്നോളജിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ജാപ്പനീസ് ഷിങ്കാൻസൺ ട്രെയിനുകളാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഷിങ്കാൻസൺ ട്രെയിനുകളിലുള്ള ട്രെയിനിങ് ഇവിടുത്തെ ലോക്കോ പൈലറ്റുമാർക്ക് അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ അതിൻ്റെ വീഡിയോസൊക്കെ റീൽസൊക്കെ കണ്ടായിരുന്നു കുറച്ചൊക്കെ. നമ്മൾ ഭരിക്കുന്ന ആൾക്കാരെ കുറേ കുറ്റം പറയും. ജനങ്ങൾ വരെ മാറിയാൽ ഇത് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. നമ്മളെ മൈൻഡ് മാറണം. അതെ, നമ്മളിപ്പോൾ നമ്മൾ ഒരു മന്ത്രിയാവുമ്പോൾ നമ്മളും മാറിയാണ്. ഇത് എഡ്യൂക്കേഷൻ തുടക്കം കൊണ്ടുവരണം. നമ്മൾ മാറിയാൽ ഇത് മാറുള്ളൂ. അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ മന്ത്രിമാർ അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ മുഖ്യമന്ത്രി ഇവർ മാത്രം മാറിയിട്ട് ഒരു കാര്യമില്ല. നമ്മളും മാറ്റി ചിന്തിച്ചാലേ കാര്യങ്ങൾ മാറുള്ളൂ. സ്കൂൾ ലെവലിൽ നിന്നെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണം അല്ലേ. ശരിക്കും ഇപ്പോൾ ഈ മൈഗ്രേഷൻ റിലേറ്റഡ് ആയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ UK, യൂറോപ്പ് സ്ഥലങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ എങ്ങനെയാണ് കുറവ് വന്നിട്ടുണ്ടോ? ഇപ്പോൾ നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട്. അതിപ്പോൾ ശരിക്കും ഈ പറയുന്ന രാജ്യങ്ങളൊക്കെ ഇലക്ഷൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ കാനഡ ആണെങ്കിലും അതുപോലെ തന്നെ UK ആണെങ്കിലും ഇലക്ഷൻ കഴിഞ്ഞതാണ് ലാസ്റ്റ് ഇയറിലൊക്കെ. അപ്പോൾ നിയമങ്ങൾ കുറച്ചും കൂടെ ലോക്കൽ ആളുകൾക്ക് ഫേവറബിളായിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവന്നു. ഇപ്പോൾ UK പുതിയ നിയമം വരാൻ പോവാണ്. അതായത് PRA എടുത്തു കളയുന്ന രീതിയിലുള്ള നിയമങ്ങളെ കൊണ്ടുവരാൻ പോകണം. ഇപ്പോൾ കാനഡ ആണെങ്കിലും മുന്നേ യൂണിവേഴ്സിറ്റികൾ കോളേജുകൾക്ക് പോകാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ യൂണിവേഴ്സിറ്റികൾക്ക് മാത്രമേ സ്റ്റുഡൻസിന് പോകാൻ പറ്റുള്ളൂ. പത്രത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിൽ ഇടവന്നിട്ടുണ്ട്. കേരളത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം 100-200ഓളം കൺസൾട്ടൻസികൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെ, അതുകൊണ്ട് വലിയ രീതിയിലൊരു മാറ്റം. മൈഗ്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത് സ്റ്റുഡൻറ് മൈഗ്രേഷൻ മാത്രമാണോ? അല്ലല്ലോ. സ്റ്റുഡൻസ് ഇപ്പം കുട്ടികൾ വിദേശത്ത് പഠിക്കാൻ പോകുന്നവരാണെങ്കിൽ അവർ ഇനിയും പോവില്ലേ? തുടർന്നും പോവില്ലേ? സ്റ്റുഡൻസ് അല്ല, എന്നാലും ഒരു ചാൻസ് അങ്ങനെയാണല്ലോ. നോർമലി മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫാക്ടർ സ്റ്റുഡൻറ് വിസ അല്ലേ. അത് താല്പര്യമില്ലാത്തതുകൊണ്ടല്ലോ. അത് അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആക്കിയാണ്. പുറമെ സ്ട്രിക്റ്റ് ആക്കിയോണ്ട് രാജ്യങ്ങൾ മാറിപ്പോയെന്ന് മാത്രമേ ഉള്ളൂ. അത്ര രാജ്യങ്ങളിലോട്ട്. പക്ഷേ സ്റ്റുഡൻസ് പോകുന്നുണ്ട് എന്തായാലും. എനിക്ക് തോന്നുന്നു ഇനിയിപ്പം ഈ മൈഗ്രേഷൻ എന്നുള്ളത് മാറിയിട്ട് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഇന്ത്യയിലേക്ക് വന്ന് അവരുടെ ബ്രാഞ്ചുകൾ തുടങ്ങാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും നടക്കുമോ? കിട്ടില്ലല്ലോ. അല്ല, അവരെന്താണെന്നറിയോ, അത് ഓൾറെഡി വരുന്നുണ്ടല്ലോ. അല്ല, അവർക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കൂടുതൽ കൾച്ചർ മാറാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകുന്നു. അതെ, പക്ഷെ കൾച്ചർ മാറാനും പറഞ്ഞിട്ട് അവിടെ പോയിട്ട് മലയാളികൾ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിന്നിട്ട് കൾച്ചർ കിട്ടാൻ അല്ല പറയാ, അവർക്ക് പോകണം എന്നുള്ളൊരു മെന്റാലിറ്റിയാണ് ഇപ്പോൾ ജെൻസിക്ക് കൂടുതലും. അബ്രോഡ് പോയി പഠിക്കണം എന്നുള്ള സ്റ്റുഡൻസ് എന്തായാലും അബ്രോഡ് പോകും. കാരണം ഇന്റർനാഷണൽ എക്സ്പോഷർ കിട്ടണമെങ്കിൽ പുറത്ത് പോയേ പറ്റുള്ളൂ. ഇവിടെ വന്നുള്ള യൂണിവേഴ്സിറ്റി കിട്ടില്ല. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏൺ ചെയ്യാം, പഠിക്കുന്നതിന് കൂടെ തന്നെ പാർട്ട് ടൈം ജോബ് ചെയ്യാം. നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇവിടെ പോയി ബാംഗ്ലൂർ പോയി പഠിച്ചില്ല. ഞാനും നമുക്ക് ഇവിടെ പഠിക്കേണ്ട ആ ഒരു മെന്റാലിറ്റിയാണ്. നമ്മളെ കാലത്ത് ബാംഗ്ലൂരൊക്കെയാണ് ചിന്തിക്കുന്നത്. ശരിക്കും നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. ഈ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചു പോകും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പും നമ്മളുടെ ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം നമ്മുടെ സർക്കിൾ തന്നെയായിരിക്കും. ഇപ്പോഴും എനിക്കറിയാവുന്നവരുണ്ട്. ഇപ്പം US പോകുമ്പോഴും കാണുന്ന മലയാളികൾക്കിടയിലാണെങ്കിൽ പോലും എത്ര US സിറ്റിസൺസ് അല്ലെ എത്ര അമേരിക്കക്കാരിലെ വെള്ളക്കാർ അവരുടെ സുഹൃത്തുക്കളായിട്ടുണ്ടെന്ന് ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. വളരെ കുറവാണ്. അവരിപ്പോഴും ആ ഇന്ത്യൻ, പ്രത്യേകിച്ച് നമ്മുടെ ജനറേഷനെ, അവിടെ ജനിച്ചു വളർന്ന സെക്കൻഡ് ജനറേഷൻ അല്ല പറയുന്നത്, നമ്മുടെ ജനറേഷൻ ആൾക്കാർ ഇപ്പോഴും മൈഗ്രേറ്റ് ആയ ഫസ്റ്റ് ജനറേഷൻ ആൾക്കാർ ഇപ്പോഴും ആ ഒരു സർക്കിളിൽ തന്നെ നിൽക്കുന്നവരും തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നവരും എന്തെങ്കിലും എൻ്റെ മരണം എനിക്ക് എൻ്റെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ ശിഷ്ടകാലം എൻ്റെ നാട്ടിൽ പോയി എൻ്റെ വീട്ടിൽ എൻ്റെ കുടുംബത്തോടൊപ്പം ജീവിക്കണം എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അല്ല, ന്യൂ ജെൻസി എന്നുള്ള ന്യൂ ജനറേഷൻ അതില്ല. ഇല്ല,
അവിടെ ജനിച്ചു വളർന്നവരെ സംബന്ധിച്ച് അവർക്ക് അതങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം അവരുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവര് അവിടുത്തെ ആൾക്കാരോ കൂടെ പഠിച്ചവർ, ചിലപ്പം ആഫ്രിക്കൻ ആയിരിക്കാം, ചിലപ്പോൾ ബ്രിട്ടീഷുകാരനായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നാട്ടുകാരനായിരിക്കാം. മൂവ് ചെയ്യുന്നതിന് ഒരു ടൈമുണ്ട്, ഒരു 17-18 ആ ഇയർ ടീനേജ് സമയത്ത് പോകണം. കാരണം ഇപ്പോൾ പിള്ളേർ അവിടെ ജനിച്ചു വളർന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ തിങ്ക് ചെയ്യുന്നത് അതേ രീതിയിലായിരിക്കും. നമ്മൾ ചിന്തിക്കുന്നത് മലയാളത്തിലല്ലേ. അപ്പോൾ നമുക്ക് ഈവൻ ദുബായിൽ വരെ അവിടെ സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടൂല, പക്ഷെ അവിടുത്തെ വളർന്നവർക്ക് അവിടെ നിന്ന് പോരാനൊരു താല്പര്യമില്ല. അതെ, അത് ആ ഒരു ഇപ്പം നമ്മൾ മില്ലിയൻസ് അല്ലേ, അത് മാറി, ഈ സ്റ്റൈൽ തന്നെ മാറി. അപ്പം അങ്ങനെ തിരിച്ചു വരണമെന്ന് അവർക്ക് ആഗ്രഹമില്ല, പ്രത്യേക സ്ഥലങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാനെ കൊണ്ട് ആർക്കും പറ്റില്ല. എന്താണെന്നറിയാമോ, അതിന് മൈഗ്രേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല. കാരണം ഓരോ വർഷം വരുന്നത് പുതിയ ആളുകളാണ്. അതെ, കഴിഞ്ഞ വർഷത്തെ സ്റ്റുഡൻസ് അല്ല ഈ വർഷം. അതെ, ഇതൊരു ബസ് സ്റ്റാൻഡ് പോലെയാണ്, വരുന്ന അവിടെ അല്ല, പിന്നീട് വരുന്നത് നെക്സ്റ്റ് അടുത്ത ബസ്സിൽ വരുന്ന ആളുകളല്ലേ. ഇപ്പൊ 2026 പാസ് ഔട്ട് ആവുന്ന സ്റ്റുഡൻസ് പുതിയ ആളുകളാണ്, ഫ്രഷ് സ്റ്റുഡൻസ് ആണ്. ഒരു കോൺസെപ്റ്റും അല്ലാതെ 2025 സ്റ്റുഡൻസ് തന്നെ അല്ലല്ലോ 26 വെയിറ്റ് ചെയ്യുന്നത്. നിർത്തില്ല. ഐ മീൻ അത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേറെ ബിസിനസ് ഒന്നും അറിയില്ല. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ബിസിനസ് ടെൻഷനുകളും ബാക്കിയുള്ള സംഭവങ്ങളും. ഇപ്പോൾ എനിക്കില്ല ടെൻഷൻ. യൂട്യൂബിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും. ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ പൂൾവില്ല, അതാണ് ഇപ്പോൾ അടുത്ത ബ്രെഡ് ആൻഡ് ബട്ടർ. അതിപ്പോൾ പൂൾവില്ല തുടങ്ങിയിട്ട് സക്സസ് ആയി കഴിയുമ്പോഴത്തേക്കിനും അടുത്ത എന്തെങ്കിലും ഒരു സംരംഭം. എനിക്ക് അങ്ങനത്തെ ഒരു 5-6 വ്യത്യസ്തമായിട്ടുള്ള യുണീക്ക് സ്റ്റേകൾ ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ പരിപാടികളൊക്കെ വന്ന് ബിസിനസ്സും പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകണം, എന്നാലേ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ. എന്തെങ്കിലുമൊക്കെ പരിപാടികൾ വരും അല്ലേ, ജീവിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ വളരെ ഹോണസ്റ്റ് ആയിട്ട് പോകുന്ന ആളുകളല്ലേ, നമുക്ക് എന്തായാലും എവിടെയും നമ്മൾ പെട്ടുപോയില്ല എന്ന് വിചാരിക്കാം. ഒന്നുമില്ലെങ്കിൽ ഞാൻ ചൈനയിൽ വരും, എനിക്ക് അവിടെ വല്ല ജോലിയും തരണം. അതിപ്പോ എന്ത് സംഭവിച്ചത്? അല്ല, നിങ്ങൾ നിങ്ങളെ കഷ്ടപ്പാടും ബുദ്ധിമുട്ട് പറഞ്ഞപ്പോൾ ഞാനും ബുദ്ധിമുട്ട് പറഞ്ഞു. സത്യത്തിൽ അതാണ്ടായത്. ഈ ലോകത്ത് കഷ്ടപ്പാടില്ല ഇല്ലാത്ത ആൾക്കാരില്ല, ഇതെല്ലാം മിക്സ് ചെയ്തല്ലേ. അതിപ്പോ നമ്മള് നാളെ യൂസഫലിക്ക് ബായിയോട് യൂസഫലി ഇല്ലേ, നമ്മുടെ യൂസഫ് ബായിനോട് വിളിച്ച് ചോദിച്ചാലും കച്ചവടമൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഷ്ടമില്ല, തട്ടിയും മുട്ടിയൊക്കെ പോകുന്നതേ. ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ. ഞാൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയാം വണ്ടർഫുൾ, ഏറ്റവും നല്ല സമയം എന്ന് പറയും. എന്നിട്ട് ഞാൻ പുള്ളിനെ അങ്ങനെ നോക്കും, ചോദിച്ച ആളെ. ചില ആളുകളാണ് പിന്നെ ഒന്നും ചോദിക്കില്ല, കഷ്ടം വേണ്ട ചോദിക്കണ്ട. സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. അല്ല, എന്നോടും ലൈക്ക് ഭൂരിഭാഗം ആൾക്കാരും എങ്ങനെയുണ്ട് സുഹൃത്തെ, കാര്യങ്ങളൊക്കെ എങ്ങനെ നന്നായി പോകുന്നു. നമ്മൾ മോശമാണ്, പാടാണ് എന്ന് പറയരുത്. നമ്മളെ തന്നെ നമ്മൾ കില്ല് ചെയ്യാണ്, നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കളയാണ്. എക്സലന്റ്, ലൈക്ക് എവറിത്തിങ് ഈസ് ഗോയിങ് റിയലി ഗുഡ് എന്ന് പറയണം. അന്നേരം 2 കാര്യങ്ങളാവും. അവന് വേണ്ടായിരുന്നു, ചോദിക്കണ്ടായിരുന്നു. കാരണം അവൻ നമ്മളത് എക്സ്പെക്ട് ചെയ്യുന്ന അതല്ലല്ലോ. പിന്നെ കുഴപ്പമില്ല എന്നുള്ളൊരു വാക്കാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. കുഴപ്പമില്ലാതെ ഏറ്റവും വലിയ പ്രശ്നമുള്ള വാക്കാണ്. കുഴപ്പമില്ലാതെ പറയാനേ പാടില്ല. ഒന്നുകിൽ നന്നായിരിക്കുന്നു, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. കരച്ചിൽ വേണമെങ്കിൽ നമുക്ക് വേറെ ആളുകൾ പറയാലോ, വേണമെങ്കിൽ അങ്ങനെ രാത്രി അങ്ങോട്ട് വിളിച്ചിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഞാൻ കഷ്ടപ്പാട് വരുമ്പോൾ ഫാസിൽ ബ്രോനെ വിളിക്കും, ഫാസിൽ ബ്രോ സ്ട്രെസ് ആവുമ്പോൾ എന്നെ വിളിക്കും. ചില സമയത്ത് രാത്രിക്ക് സൈർ ഭായ് ഇങ്ങോട്ട് വിളിക്കും, എന്റെ സുനിത് ഭായ് എന്ന് പറഞ്ഞുകൊണ്ട്. ഷംജിത് ഭായ് കഴിഞ്ഞ ദിവസം വിളിച്ച് ആ കഷ്ടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ലോഡ് പച്ചക്കറി ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയിൽ അവിടെ കുടുങ്ങി, ഗൾഫിൽ കുടുങ്ങി, എമിറേറ്റ്സ് കറക്റ്റ് സമയത്ത് വന്നില്ല, എയർ ഇന്ത്യ ചതിച്ചു, എൻ്റെ പച്ചക്കറി എല്ലാം കൂടെ എടുത്ത് ഡസ്റ്റ്ബിന്നിൽ കളയേണ്ടി വന്നു. ഓരോരുത്തർക്ക് ഓരോ ആളുകൾക്കും ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടാണ്. നമുക്കത് കാണുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാതെ ഇരിക്കുക. ബുദ്ധിമുട്ടില്ലാത്തതായിട്ടൊന്നും ഇല്ലല്ലോ, ബുദ്ധിമുട്ട് എന്തെങ്കിലുമൊക്കെ വേണമല്ലോ. അപ്പോഴല്ല നമുക്ക് സന്തോഷത്തിന് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. ഹാപ്പിനെസ് വരുന്നത് രണ്ടും വരുമ്പോഴേ അത് മിക്സ് ചെയ്ത് പോകണം ലൈഫ്. നമ്മൾ ഈ പറയുന്നത് പോലെ നമ്മൾ നെഗറ്റീവ് പറയാതിരുന്നാൽ മതി സെൽഫായിട്ട്. കാരണം നമുക്കൊരു സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, അതിനറിയില്ലത് നമ്മൾ വെറുതെ പറയുകയാണെന്നുള്ളത്. നമ്മളത് നല്ല തന്നെയുള്ളൂ, നമുക്ക് ശരിക്കും നല്ല തന്നെയല്ലേ, നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ടാണ് ബുദ്ധിമുട്ടുകൾ വരുന്നത് അല്ലേ. സോ ബി പോസിറ്റീവ്. ഇനി സൈർ ഭായ് നെഗറ്റീവ് പറയില്ല കേട്ടോ. നേരത്തെ ചൈനയെ കുറിച്ച് പറഞ്ഞത് എനിക്ക് ആ ടെൻഷനായി അല്ലേ. എന്താ ചൈനയെ കുറിച്ച്? ചൈന ഹാപ്പി അല്ലേ? എന്നാലും അങ്ങനെ അല്ലല്ലോ, അങ്ങനെ പറയാൻ പാടില്ല. ഞാൻ ഹാപ്പിയാണ്, എന്ത് സങ്കടത്തിന്റെ ഇടയിലും ഞാൻ ഹാപ്പിയാണെന്ന് പറയാം. നമ്മൾ ഹാപ്പി ആയിരിക്കണം, നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം.